കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായകനായിട്ടുള്ള യോമിങ് കഥാനായികയായ നാൻഷിയോട് നിനക്കെന്നെ ബോധം കെടുത്തിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാന്നാണോ വിചാരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇവള് എനിക്ക് നിന്നോടൊപ്പം ഒരു സെക്കൻഡ് പോലും നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മരുന്ന് ഇവന്റെ കഴുത്തിലേക്ക് കുത്തുന്നു. ഇവളും അതിനുശേഷം ആ ഒരു റൂമിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് നോക്കുന്നു. പക്ഷെ ഡോർ ലോക്കാണ്. യോമിങ്ങിനാണെങ്കിൽ ആ ഒരു മരുന്ന് കുത്തിവെച്ച് എന്ന് പറഞ്ഞിട്ട് ബോധമൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സിറിഞ്ച് വലിച്ചൂരിയിട്ട് നിനക്ക് ഒരിക്കലും ഇവിടെ നിന്ന് രക്ഷപ്പെടാനാവില്ല, കാരണം അതിൽ എന്റെ ഫിംഗർ പ്രിന്റ് ആണ് എന്ന് പറയുമ്പോൾ ഇവൾക്ക് മുന്നിൽ വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവൾ തിരിച്ചു വന്ന് അവളുണ്ടായിരുന്ന ഒരു കത്തിയെടുത്ത് ഒന്നും നോക്കുന്നില്ല ഇവന്റെ ആ ഒരു ചൂണ്ടുവിരൽ തന്നെ മുറിച്ചെടുക്കാണ്. ഇവൻ ആദ്യം വേദന കൊണ്ട് നല്ലതുപോലെ പൊളയുന്നുണ്ടെങ്കിലും പക്ഷെ പിന്നീട് സൈക്കോ പോലെ ഭയങ്കരമായിട്ട് ചിരിക്കാൻ തുടങ്ങാണ്. നീ എവിടെ പോയാലും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നാണ് ഇവൻ ഇപ്പോഴും അവളോട് പറയുന്നത്. പക്ഷെ ഇവളാണെങ്കിൽ ആ ഒരു ഫിംഗർ യൂസ് ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെടാണ്. ഇവരുടെ കഴിഞ്ഞുപോയ ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അത് എന്താണെന്ന് അറിയില്ല. അതിനുശേഷം നമ്മൾ 2 വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. ഇപ്പൊ ഇവളാണെങ്കിൽ വളരെ സമാധാനപരമായിട്ടുള്ള ഒരു ലൈഫാണ് ജീവിക്കുന്നത്. യൂമിങ്ങിന്റെ ശല്യം ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു ഇവളെ സ്നേഹിക്കുന്ന വ്യക്തിയെ കണ്ടെത്തി ഇവരുടെ വിവാഹ ദിവസമാണ് ഇന്ന്. ഒഫീഷ്യലി വിവാഹം കഴിഞ്ഞു. പക്ഷെ ഇവരുടെ ആ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് എല്ലാവരുടെ ഫോണിലേക്കും ഒരൊറ്റ സമയം തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വരികയാണ്. എല്ലാവരും അത് കണ്ട് വളരെ ഷോക്കായിട്ട് നോക്കുന്നത് നാൻഷിയും ശ്രദ്ധിക്കുന്നു. പെട്ടെന്ന് ഇവളുടെ അമ്മയാണെങ്കിൽ എഴുന്നേറ്റ് ഈ ഭ്രാന്തൻ തിരിച്ചു വന്നോ, ഇവൻ എന്തിനാ വീണ്ടും വന്നത് എന്ന് ചോദിക്കുകയാണ്. ഇവളുടെ ഹസ്ബൻഡും പെട്ടെന്ന് ആ ഒരു നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് നോക്കുമ്പോൾ അതിലാണെങ്കിൽ യോമിങ് തിരിച്ചു വന്നിരിക്കുകയാണ്. അവനാണെങ്കിൽ എല്ലാവരുടെ മുന്നിൽ ലൈവും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് 2 വർഷം മുന്നേ നഷ്ടപ്പെട്ട് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ ഈ വരവ്. ഞാൻ ഉടനെ തന്നെ വിവാഹം കഴിക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് അവൻ ഒരു റിങ്ങും എടുത്ത് കാണിക്കുകയാണ്. ഇവന്റെ എല്ലാ കാര്യങ്ങളും നാൻഷിങ് ഇപ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്ന ഈ ഒരു വ്യക്തിക്കും അറിയാം. ഇവന്റെ പേര് സുമോ എന്നാണ്. യോമിങ് ഇപ്പൊ തിരിച്ചു വന്ന ആ ഒരു കാര്യം മനസ്സിലാക്കി ഇവളാണെങ്കിൽ നല്ലോണം തന്നെ പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൾക്ക് സുരക്ഷിതത്വം ഒരുക്കാനായിട്ട് ഇവരുടെ വീടൊക്കെ ഫുള്ള് സെക്യൂരിറ്റീസിനെ കൊണ്ട് നിർത്താണ് സുമോ. പക്ഷെ അപ്പോഴും ഇവള് പറയുന്നുണ്ട് എന്തൊക്കെ ചെയ്താലും അവനൊരു ഈച്ചയെ പോലെ അകത്ത് കടക്കുന്നു. പക്ഷെ സുമോ ആണെങ്കിൽ ഇവളെ ആശ്വസിപ്പിച്ച് ഒരു കുഴപ്പമുണ്ടാവില്ല, നീ കിടന്ന് ഉറങ്ങാനായിട്ട് പറഞ്ഞ് ഇവളെ കിടത്തുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും ആരോ ഡോറും കാര്യങ്ങളൊക്കെ വലിച്ചു അടയ്ക്കുന്നത് ഇവളെ കേൾക്കാണ്. ഹസ്ബൻഡ് ആണെങ്കിൽ അവിടെ സോഫയിൽ ഇരുന്ന് ഉറങ്ങാണ്. ഇവളും പെട്ടെന്ന് വെളിയിലേക്ക് വരുന്നു. അവിടെ ഇവളെ കറക്റ്റ് കാത്തുന്നത് മറ്റാരുമല്ല യോമിങ് തന്നെയാണ്. ഇവനെ കാണുമ്പോൾ ഇവള് നല്ലോണം തന്നെ ഷോക്കാവാണ്. ഇവള് പെട്ടെന്ന് ഓടി ഹസ്ബൻഡിന്റെ അടുത്തേക്ക് പോകാനായിട്ട് നോക്കുന്നു. പക്ഷെ ഇവൻ ഇവളെ വിടുന്നില്ല. പെട്ടെന്ന് തന്നെ ഇവളെ കിസ് ചെയ്യാനായിട്ട് തുടങ്ങാണ്. അതിനുശേഷം ഇവളാണെങ്കിൽ ഒരു സ്വപ്നം കണ്ടതുപോലെ ഞെട്ടി എഴുന്നേൽക്കുന്നു. പെട്ടെന്ന് ഇവള് സോഫയിലേക്കാണ് നോക്കുന്നത്. അവിടെ ഇവളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള സുമോ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇവളുടെ അടുത്ത് നിന്ന് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുള്ള വോയിസ് കേൾക്കാണ്. അത് മറ്റാരുമല്ല, ഇവിടെ തന്നെയാണ് യോമിങ് ഇപ്പോൾ ഉള്ളത്. ഇവളെ സ്വപ്നം കണ്ടതെന്നല്ല, എല്ലാ കാര്യങ്ങളും സംഭവിച്ചത് തന്നെയാണ്. അപ്പോൾ ഇവള് ഇവനോട് എന്റെ ഹസ്ബൻഡോടെ എന്ന് ചോദിക്കുമ്പോൾ യോമിങ് നീ ഇങ്ങനെ വീണ്ടും വിളിക്കുകയാണെങ്കിൽ എനിക്ക് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇവള് നീ എന്തിനാ അവനെ പിടിച്ചു വെച്ചേക്കുന്നത്, അവൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഞാൻ അവന്റെ വിരൽ മുറിച്ചെടുത്തു എന്നിട്ട് എന്റെ ഇതിന് പകരമായിട്ട് കൂട്ടിച്ചേർത്തു എന്ന് പറയുന്നു. അതായത് ഇവളെ മുന്നേ ഇവന്റെ ആ ഒരു വിരൽ എടുത്തതാണല്ലോ, പക്ഷെ അതിപ്പോ പഴയതുപോലെയാണ് ഉള്ളത്. സർജറി ഒക്കെ ചെയ്തു വെച്ചേക്കാണ്. അപ്പോ ഇവനോട് നീ എന്തിനാ വീണ്ടും തിരിച്ചു വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ നിന്റെ കല്യാണം മുടക്കാനായിട്ടാണ് എന്ന് പറയുന്നു. അപ്പൊ ഇവള് 2 വർഷം മുന്നേ ഞാൻ നിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് വന്നതാണ്, നീ അതിന് പ്രതികാരം ചെയ്യാനാണ് വന്നതെങ്കിൽ അത് എന്നോടായിക്കോ, എന്റെ ഹസ്ബൻഡിനെ ഇതിലോട്ട് വലിച്ചഴിക്കരുത് എന്ന് പറയുമ്പോൾ ഇവൻ നീ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, എന്നെ നേരെയാക്കുന്നതിൽ പരാജയപ്പെട്ടതുകൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഞാൻ പരാജയപ്പെട്ടെങ്കിൽ നീ വേറെ പോയി ഡോക്ടറെ കണ്ടെത്താനായിട്ട് പറയുന്നു. അതായത് ഇവളൊരു സൈക്കാട്രിസ്റ്റ് ആണ്, ഇവൻ ഇവളുടെ ഒരു പേഷ്യന്റും. അപ്പോ ഇവനാണെങ്കിൽ ഇവളോട് ഞാനൊരു ഡോക്ടറെ കണ്ടെത്തി, പക്ഷെ അയാൾക്ക് ഇപ്പോ വട്ടായിരിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവളോട് അല്ല നീ നോർമൽ ആയിട്ടുള്ള ഒരാളെ വിവാഹം കഴിച്ചപ്പോ നിന്റെ കുഴപ്പങ്ങളൊക്കെ മാറിയോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവള് 2 വർഷം മുന്നേ നിന്നെ വിട്ടു വന്നപ്പോ തന്നെ എന്റെ കംപ്ലീറ്റ് പ്രശ്നങ്ങൾ മാറി എന്ന് പറയുമ്പോൾ ഇവൻ പക്ഷെ നിന്നെ പോലെ അല്ല ഞാൻ, എന്റെ അവസ്ഥ അതിനുശേഷം വളരെ പരിതാപകരമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവളെ കിസ് ചെയ്യാണ്. അപ്പോ ഇവളാണെങ്കിൽ ഇവനോട് നീ എന്ത് വേണോ ഡിമാൻഡ് ചെയ്തോ, പക്ഷെ എന്റെ ഹസ്ബൻഡിനെ റിലീസ് ചെയ്തിരിക്കണം എന്ന് പറയുമ്പോൾ ഇവനൊന്നും പറയുന്നില്ല, എനിക്ക് വിശക്കുന്നു എന്ന് മാത്രം പറയാണ്. അപ്പോ ഇവളും ഇവനെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ എന്ന പോലെ അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് തുടങ്ങുമ്പോൾ യൂമിങ് ഇവളോട് ഉണ്ടാക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ അതിൽ വിഷമൊന്നും ചേർത്തേക്കരുത്, അല്ലാത്ത പക്ഷം നിന്റെ ഹസ്ബൻഡ് അവിടെ കിടന്ന് ചോര വാർന്നു മരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇവളെ പറഞ്ഞു വിടുന്നത്. പക്ഷെ ഇവളാണെങ്കിൽ താഴെ വന്നിട്ട് പെട്ടെന്ന് തന്നെ ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടും എന്റെ വിവരമൊന്നും ഇല്ലെങ്കിൽ നീ പോലീസിനെ അറിയിക്കണം, സുമോയെ കാണാനില്ല എന്ന കാര്യം പറയുന്നു. എന്നിട്ട് ഇവൾ ആ ഒരു ഫ്രണ്ടിനോട് ഇവളുടെ ഫോണിലുള്ള ഒരു ഡിസൈൻ അയച്ചു കൊടുത്തിട്ട് അതേപോലുള്ള ഒരു മാല എത്രയും പെട്ടെന്ന് എവിടെ നിന്നെങ്കിലും കണ്ടെത്തി തരണം എന്ന് പറയാണ്. യൂമിങ്ങിന്റെ കഴുത്തിൽ ഒരു മാല കണ്ടതാണല്ലോ, സോ അതിന്റെ ആ ഒരു ഓർമ്മയിലാണ് ഇവള് അത് ഫ്രണ്ടിനോട് പറയുന്നത്. പക്ഷെ അതെല്ലാം തന്നെ ഇവൻ കേൾക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും ഇവളും ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോ ഇവനും ഒരു ബോക്സ് എടുത്ത് താഴേക്ക് വരികയാണ്. എന്നിട്ട് ഇവളോട് നിനക്കൊരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവൻ ആ ഒരു ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത് ഇവളെ കാണിക്കുന്നു. അതിലാണെങ്കിൽ ഒരു വിരലാണ് ഉള്ളത്. ഇവനും ഇവളോട് ഇത് നിന്റെ ഹസ്ബൻഡിന്റേതാണ്, ഞാൻ അവന്റെ വിരലും എടുത്തു, നീ എന്റെ എടുത്തതല്ലേ, അതിന്റെ ഒരു പ്രതികാരമായിട്ട് കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ ഉടനെ തന്നെ അതെടുത്ത് വായിലിട്ട് ചവച്ച് കഴിക്കാനായിട്ട് തുടങ്ങാണ്. അത് കണ്ട് ഇവൾ ഭയങ്കരമായിട്ട് ഷോക്കാവുന്നു. അപ്പൊ ഇവള് വളരെയധികം പേടിച്ചിരിക്കുമ്പോ ഇവനാണെങ്കിൽ ചിരിച്ചിട്ട് പറ്റിച്ചേ എന്താ പേടിച്ചോയോ എന്ന് ചോദിച്ച് ഇവനാണെങ്കിൽ കഴിച്ചത് യഥാർത്ഥ സാധനമൊന്നും അല്ല, അതൊരു വിരലിന്റെ ആകൃതിയിലുള്ള കേക്കാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പേടിക്കാവോ എന്ന് ചോദിക്കുമ്പോഴാണ് ഇവൾക്ക് ജീവൻ തിരിച്ചു കിട്ടുന്നത്. ഇവൾക്കറിയാം ഇവനൊരു സൈക്കോ ആണ്, അങ്ങനെയും ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന കാര്യം.
പക്ഷെ ഇവനാണെങ്കിൽ ഇവളോട് താങ്ക്സ് പറഞ്ഞിട്ട് ആ ഒരു ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വന്നത് എടുത്ത് കഴിക്കാനായിട്ട് തുടങ്ങുന്നു. എന്നിട്ട് ഇവളോട് ഇവളുടെ നെക്ലസ് എവിടെ എന്ന് ചോദിക്കുന്നു. നീ അത് വലിച്ചെറിഞ്ഞെന്ന് മാത്രം പറഞ്ഞേക്കരുത് എന്ന് പറയുമ്പോൾ ഇവന്റെ കാര്യത്തിലുള്ള മാല നോക്കിയിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് ചിന്തിക്കുകയാണ്. ഒരു സമയം ഇവർ രണ്ടുപേരും റിലേഷൻഷിപ്പിലായിരുന്നു. ആ ഒരു സമയത്ത് ഇവനാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഒരു മാല സ്വന്തമായി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇവന്റെ കൈ ആണെങ്കിൽ അതിൽ പെട്ട് മുറിയാണ്. അപ്പോൾ ഇവളാണെങ്കിൽ പെട്ടെന്ന് ബാൻഡേജും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പോകാൻ തുടങ്ങുമ്പോൾ ഇവൻ വേണ്ട, ഈ ഒരു ബ്ലഡ് ഇതിന്റെ പ്രതീകമായിട്ട് ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ അതൊരെണ്ണത്തില് ഒരാളുടേത് മാത്രമായാലും എങ്ങനെ ശരിയാവും, രണ്ടുപേരും ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇവളാണെങ്കിൽ അതിലൊരു മാല എടുത്തിട്ട് ഇവളുടെ കൈയും പെട്ടെന്ന് മുറിച്ചിട്ട് അതിലും ബ്ലഡ് ആക്കുകയാണ്. ഇതെന്ന് നമ്മുടെ പ്രതീകമായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്ന് ബ്ലഡ് വരുന്നത് സഹിക്കാനാവാതെ ആ ഒരു ബ്ലഡ് ആണെങ്കിൽ കുടിച്ചാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഇവള് ആലോചിക്കുമ്പോൾ ഇവൻ നമ്മുടെ പ്രണയത്തിന്റെ പ്രതീകമായിട്ടുണ്ടായിരുന്ന നെക്ലസ് എനിക്ക് ഉടനെ തന്നെ കാണണം, നീ അതും ഇട്ട് ഇന്ന് നൈറ്റ് നമ്മൾ യൂഷ്വലി കാണാറുള്ള പഴയ സ്പോട്ടിലേക്ക് എത്തണം എന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് പോവാണ്. ഇവൾക്കാണെങ്കിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരണം ഇവളുടെ ഹസ്ബൻഡ് ഇപ്പോൾ അവന്റെ കസ്റ്റഡിയിലാണല്ലോ ഉള്ളത്. അതിനുശേഷം അന്ന് നൈറ്റ് ഇവൻ പറഞ്ഞ സ്ഥലത്തേക്ക് ഇവൾ ആ ഒരു നെക്ലസ് ഒക്കെ ഇട്ട് ചെല്ലുന്നു. പക്ഷെ ഒറിജിനൽ സാധനം അല്ലാതെ ഇവളുടെ ഫ്രണ്ട് ആണെങ്കിൽ അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ് കണ്ടെത്തി കൊടുത്തേക്കുന്നത്. മാത്രമല്ല ഫ്രണ്ട് ഇവളോട് പറഞ്ഞിട്ടുണ്ട് അവന്റെ മുന്നിൽ പിടിക്കപ്പെടാതിരിക്കാനായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് ഇടുന്നത് നല്ലതായിരിക്കും എന്ന്. അതുകൊണ്ട് തന്നെ ഇവൾ ആ ഒരു മാല ഹൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. പേടിച്ചാണ് ഇവന്റെ അടുത്തേക്ക് വരുന്നതും. ഇവൻ ഇവളുടെ ഒരു പേഷ്യന്റ് ആയിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഇവളാണെങ്കിൽ ഇവനുള്ള ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. അത് ഇവന് കൊടുക്കുമ്പോൾ ഇവനാണെങ്കിൽ അത് ഇവളുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങി കഴിക്കാണ്. ഇവൻ കഴിച്ചു എന്നാണ് വിചാരിക്കുന്നത്, പക്ഷെ അവനത് കഴിച്ചിട്ടില്ല, അവനത് തുപ്പിക്കളയാണ്. നീ ഇപ്പൊ എന്റെ ഡോക്ടർ അല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവനോട് സുമോ എവിടെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ യോമിങ്, നിനക്ക് അവനെ കാണണമെങ്കിൽ എന്റെ കൂടെ ഇരുന്ന് ഈ ഒരു മീല് കംപ്ലീറ്റ് ആയിട്ട് കഴിക്കണം, അപ്പൊ നിനക്ക് അവനെ കാണാൻ പറ്റും എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇവളും വേറെ നിവൃത്തിയില്ലാതെ അവനോട് പിരുന്ന് കഴിക്കുന്നു. അപ്പോൾ ഇവളോട് നമ്മുടെ ഫസ്റ്റ് കൂടിക്കാഴ്ച നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇവളും പെട്ടെന്ന് ആ ഒരു കാര്യം ആലോചിക്കാണ്. ഇവള് അന്ന് സൈക്കാട്രിസ്റ്റ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ഇവളുടെ സീനിയർ ആണ് ഇവളുടെ അടുത്തേക്ക് ഇവനെ ട്രാൻസ്ഫർ ചെയ്ത് വിടുന്നത്. ആ ഒരു പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് ഇവളെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മെന്റൽ പ്രോബ്ലംസ് ഉള്ള വ്യക്തി ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ നാൻസിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അവൾ അവിടെ നഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇവളോട് നീ ആ പേഷ്യന്റിന്റെ കേസ് എടുക്കുന്നത് ബുദ്ധിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, കേട്ടിടത്തോളം പുള്ളിക്കാരൻ ഒരു കുഴപ്പം പിടിച്ച പേഷ്യന്റ് എന്നൊക്കെ ഇവർ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയം തന്നെയാണ് ഇവൻ ഇവരുടെ അടുത്തേക്ക് വരുന്നത്. ഇവൻ ഉള്ള സിംറ്റംസ് വെച്ചിട്ട് ഇവൻ ബിഹേവ് ചെയ്യുന്നത് മറ്റൊരു രീതിയിലാണ്. വളരെ നോർമൽ ആയിട്ടാണ് ഇവൻ ഇവരുടെ അടുത്ത് പെരുമാറുന്നത്, ഒരു പെർഫെക്റ്റ് ജെന്റിൽമാൻ ആയിട്ട്. ഇവൾക്കാണെങ്കിൽ ഫസ്റ്റ് ഇവനെ കാണുന്ന സമയം തന്നെ ആ ഒരു ഗുഡ് ഇംപ്രഷൻ വരികയാണ്. അതുകൊണ്ട് തന്നെ ഇവൻ ഇവളുടെ പേഷ്യന്റ് ആവുന്നു. ഇവന്റെ എല്ലാ കാര്യങ്ങളും ഇവൾ തന്നെയാണ് നോക്കിയിരുന്നത്. അപ്പോൾ ഇവളുടെ മൈൻഡ് വോയിസിൽ ഞാൻ തന്നെയാണ് യോമിങ്ങായിട്ട് റിലേഷൻഷിപ്പ് ആവാനുള്ള ഫസ്റ്റ് ചുവടുവെപ്പ് നടത്തിയത്, അതേ ഞാൻ തന്നെയാണ് ഇപ്പൊ ഇവന്റെ അടുത്ത് നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നതും എന്ന് പറഞ്ഞ് ഇവന് സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അവന്റെ മൈൻഡ് റിലാക്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് തെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവനാണെങ്കിൽ മറ്റൊരു മൈൻഡിൽ ഫുള്ള് കരഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവളാണെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ട് ഇവൾക്കും എന്തോ ഫീൽ ആയിട്ട് പെട്ടെന്ന് ഇവനെ കിസ് ചെയ്യുന്നു. അതാണ് ഇവൾ പറഞ്ഞത് ഇവളാണ് അതിനുള്ള ഫസ്റ്റ് ചുവടുവെപ്പ് നടത്തിയത് എന്ന കാര്യം. അപ്പൊ പെട്ടെന്ന് ഇവിടെ ആണെങ്കിൽ ഇവൻ നീ നമ്മുടെ പഴയ കാര്യമാണ് ആലോചിക്കുന്നത്, അതൊക്കെ എന്ത് നല്ല കാലമായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ, എന്റെ മനസ്സിൽ നിന്നെ കുറിച്ചുള്ള ഒരു ഓർമ്മകൾ പോലും ഇല്ല, ഞാൻ അതെല്ലാം ടോയ്ലറ്റിലിട്ട് ഫ്ലഷ് അടിച്ച് കളഞ്ഞു എന്ന് പറയുമ്പോൾ നീ അതിനു വേണ്ടി എന്നെ വെറുക്കുന്നുണ്ടോ, പക്ഷെ ഞാൻ ഈ 2 വർഷവും എന്തോരം സ്ട്രഗിൾ ചെയ്തെന്നറിയോ പറയുമ്പോൾ ഞാനും കേട്ടിരുന്നു, നീ മരിച്ചെന്ന വാർത്ത വരെ വന്നതല്ലേ, അതിനെ വളരെയധികം ആഘോഷിച്ചതാണ് എന്ന് പറയുമ്പോൾ ഞാനല്ല, എന്റെ അച്ഛനാണ് മരിച്ചത്, അതിനുശേഷം സ്വത്തിനു വേണ്ടി എന്നെയും കൊല്ലാൻ ആളുകളെ ശ്രമിച്ചു, നിന്നെ കാണാൻ പറ്റാതെ മരിക്കുന്നവരെ ഞാൻ വിചാരിച്ചത്, പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് പറയുമ്പോൾ അപ്പോ നീ വിജയിച്ചല്ലേ, അങ്ങനെയാണെങ്കിൽ എന്തായാലും ഇപ്പൊ നിന്റെ കയ്യില് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പവർ ഉണ്ട്, പണമുണ്ട്, അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് ഒരു ലൈഫ് കൂടെ ജീവിച്ചൂടെ എന്ന് ചോദിക്കാനായിട്ടാണ് ഇവൾ വരുന്നത്. പക്ഷെ ഇവൻ അതിനു മുന്നേ തന്നെ എന്റെ കയ്യില് ഇപ്പൊ എല്ലാം ഉണ്ട്, ഇപ്പൊ എനിക്ക് നീയുണ്ട് എന്ന് പറയുമ്പോൾ ഇവൾക്ക് ദേഷ്യം വരാണ്. സോ സുമ എവിടെ, നീ അത് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ഇവൻ ആദ്യം പറയുന്നില്ല. പക്ഷെ ഇവള് കുറച്ച് ഹാർഷായിട്ട് പെരുമാറുമ്പോൾ ദേ അവിടെയുണ്ട് എന്ന് പറഞ്ഞ് ഒരു കാറ് കാണിച്ചു കൊടുക്കുന്നു. ഇവള് മോടി പെട്ടെന്ന് ആ ഒരു കാറിന്റെ അടുത്തേക്ക് വരുമ്പോ അതിലുള്ളത് സുമോ എന്നല്ല മറ്റാരും ആണ്. അപ്പോ ഇവനും അങ്ങോട്ടേക്ക് വരുമ്പോ നീ എന്തെന്നെ കളിപ്പിക്കാണോ, സുമ എവിടെ എന്ന് ചോദിക്കുമ്പോ നിന്റെ കഴുത്തിലുള്ളത് ഞാൻ തന്ന നെക്ലസ് അല്ല, ഞാൻ തന്നത് യുണീക്ക് ആയിട്ടുള്ള ഒരു സാധനമാണ്, അത് ഞാൻ മറക്കുന്നതാണോ നീ വിചാരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഇവളെ ദേഷ്യം വന്ന് ആ ഒരു മാല പൊട്ടിച്ചെറിഞ്ഞിട്ട് അതെ ഇത് നീ തന്നതല്ല, നീ തന്നത് എനിക്ക് നഷ്ടപ്പെട്ടു, അതിപ്പോ എന്റെ കയ്യിലില്ല, 2 വർഷം മുന്നേ നിന്റെ വിരൽ മുറിച്ചതിനാണ് നീ ഇപ്പൊ എന്നോട് പ്രതികാരം ചെയ്യാൻ വന്നതെങ്കിൽ അത് നീ എന്നോട് ചെയ്തോ, നിനക്കിപ്പോ എന്റെ കൈ വെട്ടണോ, എടുത്തോ, പക്ഷെ ഞാനിപ്പോ വിവാഹം കഴിഞ്ഞൊരു വ്യക്തിയാണ്, എനിക്ക് എന്റെ ഹസ്ബൻഡിനെ വേണം എന്ന് പറഞ്ഞ് ഇവളെ ദേഷ്യപ്പെടുന്നു. അപ്പൊ ഇവളോട് എനിക്ക് നിന്നോടുള്ളത് പ്രതികാരമല്ല പ്രണയം മാത്രമാണ്, ഇപ്പോ എന്റെ അസുഖം മാറ്റാൻ നിന്നെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇവളെ കിസ് ചെയ്യാനായിട്ട് തുടങ്ങാണ്. അതിനുശേഷം വീട്ടിൽ വന്ന് അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ആ ഒരു സമയത്ത് ഇവളാണെങ്കിൽ സുമോ വിളിക്കുകയാണ്. ഇവളും പെട്ടെന്ന് ഇവനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് ഫോൺ എടുക്കുന്നു. നീ എവിടെയാ, നീ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സുമോ ഇവളോട് നമുക്ക് ഡിവോഴ്സ് ചെയ്യാം നാൻഷിങ്,
എന്നാണ് പറയുന്നത്. അത് കേട്ട് ഇവള് ഷോക്കാവുന്നു. എന്ത് വില കൊടുത്തും അവൻ ഇവളെ സംരക്ഷിക്കും എന്ന് ഇവളോട് പറഞ്ഞതായിരുന്നല്ലോ. അപ്പോ അവനത് മാറ്റി പറയുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലെ യുമിങ് ആണ് എന്ന് ഇവൾക്ക് മനസ്സിലാവുന്നു. സുമോ ഇവളോട് നാളെ 9 മണിക്ക് തന്നെ കോടതിയിൽ എത്തണം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാണ്. ഇവൾക്ക് ഒന്നും പറയാനുള്ള അവസരം നൽകുന്നില്ല. അപ്പൊ ഇവളാണെങ്കിൽ യൂമിങ്ങിനോട് നീ എന്ത് പറഞ്ഞ ഭീഷണിപ്പെടുത്തിയത് എന്ന് ചോദിക്കുമ്പോ യൂമിങ് ഞാൻ എന്ത് പറയാനാ, ചെറുതായിട്ട് ഒന്ന് വിരല് കെട്ടേന്ന് പറഞ്ഞു, അല്ലാതെ ഡിവോഴ്സ് ആവാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവനായിട്ട് അത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവന് പ്രണയം ഉണ്ടായിരുന്നില്ല, നീയും എന്നോട് കള്ളം പറഞ്ഞതാണ്, നിനക്കും അവനോട് പ്രണയം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇവന്റെ ആ ഒരു പരിപാടി കണ്ടിന്യൂ ചെയ്യാണ്. അതിനുശേഷം പിറ്റേന്നാണെങ്കിൽ ഇവനും ഇവളോടൊപ്പം കോടതിയിലേക്ക് വരികയാണ്. എന്നിട്ട് ഇവളുടെ ചെവിയിൽ ഒരു എയർപോർട്ട് വെച്ചിട്ട് അവൻ എന്ത് പറഞ്ഞാലും ഇല്ലെങ്കിലും നീ അവനെ തല്ലിയിട്ട് തിരിച്ചു വരാവോ എന്ന് പറയാണ്. അപ്പോ അങ്ങോട്ടേക്ക് സുമ വരുന്നത് കൊണ്ട് തന്നെ ഇവളും ഇവന്റെ പിന്നാലെ അങ്ങോട്ടേക്ക് പേര് വിളിച്ച് ചെല്ലുന്നു. എന്നിട്ട് ഇവനോട് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോ ഇവനാണെങ്കിൽ ഞാൻഷിങ് സോറി, എനിക്ക് നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇതിലും കൂടുതലാവില്ല, നീ എന്നോട് ക്ഷമിക്ക് എന്ന് പറയുമ്പോൾ യൂമിങ് ആണെങ്കിൽ ഇവളോട് അവനെ തല്ലു എന്ന് പറയാണ്. പക്ഷെ ഇവൾ ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ അത് കേട്ടിട്ടാണോ എന്നറിയില്ല, സുമു ആണെങ്കിൽ പെട്ടെന്ന് ഇവളെ തല്ലാണ്. ഇവളെ വെറുപ്പിക്കാൻ വേണ്ടി ആയിരിക്കും. എന്നിട്ട് ഇവളോട് ക്ഷമ ചോദിച്ചിട്ട് അവൻ അകത്തേക്ക് പോകുന്നു. അവൻ ഇവളെ ഇഷ്ടമായിരുന്നു, പക്ഷെ യൂമിങ് കാരണമാണ് ഇപ്പോൾ ഡിവോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇവളും ആ ഒരു എയർപോർട്ട് വലിച്ചെറിഞ്ഞിട്ട് സുമോയുടെ പിന്നാലെ തന്നെ ചെല്ലാണ്. അവിടെ ഇവരുടെ ആ ഒരു ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്യണമല്ലോ. പക്ഷെ ഇവൾക്ക് ഇപ്പോഴും ഇവനെ ഡിവോഴ്സ് ചെയ്യാൻ ഒരു താല്പര്യമില്ല. കാരണം ഇവള് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇവനെ വിവാഹം കഴിച്ചത്. പക്ഷെ സുമ ആണെങ്കിൽ ഇവളോട് ദേഷ്യപ്പെട്ട് തന്നെ ഡിവോഴ്സ് മേടിച്ച് എടുക്കാണ്. അതുകൊണ്ട് തന്നെ താൻ കാരണം ഇനി ഇവനും കൂടുതൽ ബുദ്ധിമുട്ടിലാവണ്ട എന്ന് വിചാരിച്ച് അതിനെ സമ്മതിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഇറങ്ങി വരുമ്പോ അല്ലെങ്കിലും സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ അറിയാത്തവർക്ക് എങ്ങനെയാ മറ്റുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇവള് നേരെ ഇവന് വന്ന് ആ ഒരു പേപ്പർ എടുത്ത് കൊടുക്കാണ്. പക്ഷെ യൂമിങ് നോക്കുന്നത് ഇവളുടെ കവളില് സുമോ തല്ലിയതാണ്. അതുകൊണ്ട് തന്നെ ഇവന് നല്ല ദേഷ്യം വന്ന സുമോ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുമ്പോ കാർ എടുത്ത് പെട്ടെന്ന് തന്നെ അവനെ ഇടിച്ച് കൊല്ലാനായിട്ടാണ് ഇവൻ ശ്രമിക്കുന്നത്. പക്ഷെ സുമോ ആണെങ്കിൽ ജസ്റ്റ് മിസ്സിൽ മാറാണ്. എന്നിട്ടും യൂമിങ് വിടുന്നില്ല. അവൻ റിവേഴ്സ് എടുത്ത് ഇവനെ ഇടിക്കാനായിട്ട് വരുന്നു. പക്ഷെ അതിനിടയ്ക്ക് പെട്ടെന്ന് തന്നെ ഞാൻഷാണെങ്കിൽ ഓടി വന്ന് മുന്നിൽ നിൽക്കാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഹ്യൂമിങ് ബ്രേക്ക് ചെയ്ത് നിർത്തുന്നു. ഹ്യൂമിങ് കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയം ഇവനാണെങ്കിൽ പെട്ടെന്ന് സുമോയോട് അവിടെ നിന്ന് വണ്ടി എടുത്ത് പോകാനായിട്ട് പറയുന്നു. ഇവനും ആദ്യം ഒരു ഫൈറ്റിനാണ് ഒരുങ്ങുന്നത്. പക്ഷെ ഞാൻഷാണെങ്കിൽ കാല് പിടിച്ച് പറഞ്ഞത് കൊണ്ട് തന്നെ അവനും പെട്ടെന്ന് വണ്ടി എടുത്ത് അവിടെ നിന്ന് പോകുന്നു. അപ്പൊ ഹ്യൂമിങ് ആണെങ്കിൽ ചിരിച്ചുകൊണ്ട് ഇവളുടെ അടുത്തേക്ക് വന്ന് ഞാൻ വിവാഹം കഴിക്കാൻ പോവാണ് എന്ന് പറയുമ്പോൾ ഇവള് പെട്ടെന്ന് അവൻ ഫസ്റ്റിലെ ലൈവിൽ വന്നിട്ട് പറഞ്ഞിരുന്നല്ലോ വിവാഹം കഴിക്കാൻ പോവാണ് എന്ന കാര്യം. സോ ആ ഒരു വ്യക്തി ഞാൻ തന്നെ ആയിരിക്കും എന്നാണ് ഇവളെ വിചാരിക്കുന്നത്. പക്ഷെ യൂമിങ് നീ പേടിക്കണ്ട, നീ അല്ല വധു എന്ന് പറയുമ്പോ ഇവള് നീ പിന്നെ എന്തിനാ എന്റെ കല്യാണം ഇല്ലാതാക്കിയത് എന്ന് ചോദിക്കുമ്പോ ഇവൻ അത് ഞാൻ സിക്കായിട്ടാണ് എന്ന് പറയുമ്പോ ഇവള് ഇവനെ വിവാഹ ആശംസകൾ നേർന്നിട്ട് ഇവൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയോട് എന്റെ വളരെയധികം താക്സ് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുമ്പോ ഇവൻ അങ്ങനെ പോവല്ലേ, ഞാൻ നിന്നെ അങ്ങനെ വിട്ടുകളയുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്, നീ തന്നെയാണ് ഇനിയും എന്റെ സൈക്കാട്രിസ്റ്റ് ആവേണ്ടത് എന്ന് പറയുമ്പോ ഇവള് 2 വർഷം മുന്നേ തന്നെ നിന്നെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഒരു ഫലം ഉണ്ടായില്ല, ഒരു മാറ്റം ഉണ്ടായില്ല, അതെനിക്ക് ഉണ്ടാക്കാനേ ആയിട്ടില്ല എന്ന് പറയുമ്പോ ഇവൻ നീ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പകുതി ഓക്കെയാണ്, എനിക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറയുമ്പോ ഇവള് തിരിച്ചു ഒന്നും പറയുന്നില്ല. കാരണം ഇവളുടെ കൂടെ ആണല്ലോ ഇവൻ നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. സോ ഇവള് ഒന്നും പറയാതെ തന്നെ അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം ഇവള് തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോ യൂമിങ് ആണെങ്കിൽ നാളെ അവന്റെ വിവാഹത്തിന് ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും വരെ ഇവൾക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് അവൻ പോയിക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും ഇവളുടെ അമ്മയാണെങ്കിൽ അങ്ങോട്ട് കയറി വന്നിട്ട് ഇവളെ തല്ലുകയാണ്. കാരണം ഇവളെ മുൻകൈ എടുത്തിട്ടാണ് സുമോയെ ഡിവോഴ്സ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ തല്ലുന്നത്. കാരണം സുമോയാണെങ്കിൽ വലിയൊരു ഫാമിലിയിലെ പയ്യനാണ്. സോ ഇവർക്കാണെങ്കിൽ മകളെ ആ ഒരു കുടുംബത്തിലേക്ക് പറഞ്ഞയക്കുന്നത് കൊണ്ട് വലിയ ഗുണങ്ങൾ ഉണ്ടായിരുന്നു. ഇവര് 3 കല്യാണം കഴിച്ചിട്ടുണ്ട്. 3ാമത്തെ ഹസ്ബൻഡിനോടൊപ്പമാണ് ഇവരിപ്പോൾ ഉള്ളത്. അയാൾക്കാണെങ്കിൽ സ്വന്തമായിട്ട് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവന്റെ ഫാമിലി യൂസ് ചെയ്ത് ഇവരുടെ ബിസിനസ്സും കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാക്കാമായിരുന്നു. അതാണല്ലോ ഇവളെ ഇപ്പൊ നശിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇവരിപ്പോ ഇവളോട് പ്രശ്നമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും ഇവളുടെ ഒറിജിനൽ ഫാദർ ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരാണ്. അച്ഛനും അമ്മയും ഒക്കെ തന്നെ കണക്കാണ്. ഇവൾക്കാണെങ്കിൽ ഇവർ രണ്ടുപേരുമായിട്ട് ഒരു ബന്ധമില്ല. രണ്ടുപേരും ഇപ്പൊ വന്നിട്ട് അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് ഇവളുടെ മുന്നിൽ കിടന്ന് അടി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാണ്. അച്ഛനാണെങ്കിൽ ഇവളോട് നിന്റെ അമ്മ പറയുന്നത് നീ കേൾക്കണ്ട, നീ യൂമിങ്ങിനെ തന്നെ വിവാഹം കഴിക്കാനായിട്ട് പറയുന്നു. കാരണം അവന്റെ ഒരു വലിയ കമ്പനിയാണ്. ഇയാളുടെ ബിസിനസ്സിന് അവനെ കല്യാണം കഴിക്കുന്നത് കൊണ്ട് വളരെ ഗുണമുണ്ട്. അതുകൊണ്ടാണ് ഇവളോട് ആ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അമ്മയാണെങ്കിൽ ഇയാളോട് കിടന്ന് ബഹളം വെക്കാണ്. അപ്പോഴേക്കും ഈ ഫാദർ ആണെങ്കിൽ ഇവർ 2ാമത് വിവാഹം കഴിച്ചത് ഒരു വലിയൊരു ഫ്രോഡിനെ ആയിരുന്നു. ആ ഒരു കാര്യം എടുത്തിട്ട് ആ ഒരു ഫ്രോഡിനെ കിട്ടിയതുപോലെ നീ നിന്റെ മോളുടെയും ജീവിതം നശിപ്പിക്കാനാണോ നോക്കുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. മാത്രമല്ല അയാളുടെ അടുത്ത് നിന്ന് ഇവൾക്ക് എന്തുമാത്രം മോശം കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവൾക്കാണെങ്കിൽ പെട്ടെന്ന് അതൊരു ഇതായിട്ട് ആ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. ഇവളുടെ കുട്ടിക്കാലത്തിലേക്ക് ഈ ഒരു വ്യക്തിയായിരുന്നു ഇവളുടെ സ്റ്റെപ്പ് ഫാദർ. ഇവളുടെ യഥാർത്ഥ അച്ഛനെ ഉപേക്ഷിച്ചിട്ട് ഇവളുടെ അമ്മ ഈ ഒരു വ്യക്തിയാണ് വിവാഹം കഴിച്ചത്. പക്ഷെ ഇയാളാണെങ്കിൽ വളരെ മോശമായിട്ടാണ് ഇവളോട് ബിഹേവ് ചെയ്തിട്ടുള്ളത്. ഒരു കുട്ടിയാണ് എന്ന പരിഗണന പോലും നൽകാതെയാണ് ഇവളെ അബ്യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവളുടെ മൈൻഡിൽ ഇപ്പോഴും ആ ഒരു ട്രോമ നിൽക്കുന്നുണ്ട്. ഇവള് ഭയങ്കരമായിട്ട് ടെൻഷനും കാര്യങ്ങളൊക്കെ ആവാണ്. ഇവളുടെ കയ്യിലാണെങ്കിൽ എപ്പോഴും ഒരു ബാൻഡ് ഇട്ടിട്ടുണ്ട്. അതാണെങ്കിൽ വലിച്ചു പിടിച്ച് സ്വയം ഇവളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാര്യം ഓർത്തിട്ട് ഇവർ പറയുന്നത് ഒന്നും തന്നെ കേൾക്കാതെ ഇവരോട് അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറഞ്ഞു ഇവള് പെട്ടെന്ന് തന്നെ റൂമിൽ പോയി വാതിലടയ്ക്കാണ്. ഇവളോടുള്ള സ്നേഹം കാരണമൊന്നുമല്ല ഇവളുടെ പാരന്റ്സ് ഇവളിപ്പോ ഡിവോഴ്സ് ആയതിനെ പഴിക്കുന്നത്. അവര് അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവളുടെ അടുത്ത് നിന്ന് ഇവള് വരെ നേടാൻ ആഗ്രഹിക്കുന്നത്.
പക്ഷേ ഇവളാണെങ്കിൽ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവളുടെ ആ ഒരു സ്റ്റെപ്പ് ഫാദർ. പെട്ടെന്ന് ഇവൾക്ക് ആ ഒരു ഓർമ്മകളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഇവൾ ആ ഒരു ഷോക്കിൽ നിന്ന് ഇതുവരെയും മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവളിപ്പോ ഒരു ആശ്വാസത്തിന് പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. മുന്നേ തന്നെ യൂമിങ് ഇവളോട് ചോദിച്ചിരുന്നല്ലോ, നീ നോർമൽ ആയിട്ടുള്ള ഒരാളെ വിവാഹം കഴിച്ചപ്പോൾ നിന്റെ അസുഖമൊക്കെ ഭേദമായോ എന്ന്. അതിന്റെ റീസൺ ഇതാണ്. അവൻ ഇവളുടെ ആ ഒരു കാര്യങ്ങളൊക്കെ അറിയാം. ഇവളുടെ ഉള്ളിലും ആ ഒരു ട്രോമയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവൾക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരാറുണ്ട്. ഇവളും മെന്റലി അത്ര ഓക്കെ ആയിട്ടുള്ള വ്യക്തി ആയിരുന്നില്ല. അപ്പൊ ഇവളാണെങ്കിൽ അതൊക്കെ ആലോചിച്ചിട്ട് എന്നെ സ്നേഹിക്കാത്തവരുടെ അടുത്ത് നിന്ന് എത്രത്തോളം അകന്ന് നിൽക്കുന്നോ അത്രത്തോളം എനിക്ക് എന്നെ ഭേദമാക്കാൻ സാധിക്കും, ഞാൻ അത്രത്തോളം മെന്റലി സ്ട്രോങ് ആവും എന്ന് പറയുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് യോമിങ്ങിന്റെ ആ ഒരു വിവാഹ ദിവസമാണ്. ഇവനും ഇവന്റെ വധുവിനോടൊപ്പം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോഴാണ് നാൻഷിങ് അങ്ങോട്ടേക്ക് വരുന്നത്. ഇവളെ കണ്ട് ഇവനും അടുത്തേക്ക് വരുന്നു. ഇവളാണെങ്കിൽ വലിയൊരു ഗിഫ്റ്റ് ആയിട്ട് വിവാഹ സമ്മാനം എന്ന രീതിയിൽ ഇവന് കൊടുക്കുന്നു. പക്ഷെ അത് മറ്റൊന്നും അല്ല, ഇവന്റെ ടാബ്ലറ്റ്സ് ഒക്കെയാണ്. ഇവന്റെ വധുവിനും ഇവളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു, എന്റെ സൈക്കാട്രിസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇവനാണെങ്കിൽ വധുവിനെ ഇവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. പക്ഷേ സ്വന്തം വധുവിന്റെ പേര് പോലും ഇവന് ഓർമ്മയില്ല. അല്ല, എന്തായിരുന്നു നിന്റെ പേര് എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവള് തന്നെ ഇവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവളുടെ പേര് യാൻ എന്നാണ്. എന്നിട്ട് നാൻഷിയോട് എനിക്ക് നിങ്ങളെ അറിയാം, ഇവന്റെ റൂം മുഴുവൻ നിങ്ങളുടെ ഫോട്ടോയാണ് എന്ന് പറയുമ്പോൾ ഇവൾക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇവളും ഞാൻ ഫ്രണ്ടിലോട്ട് ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിലേക്ക് വരുന്നു. അപ്പോഴേക്കും ഒരാളാണെങ്കിൽ ഇവളെ വാച്ച് ചെയ്യുന്നത് ഇവളെ ശ്രദ്ധിക്കാണ്. പക്ഷെ അയാളെ ഇവൾക്ക് അറിയാം, അത് മറ്റാരുമല്ല, യൂമിങ്ങിന്റെ കസിൻ ആണ്. ഇയാളുടെ പേര് യു എന്നാണ്. നേരത്തെ യൂമിങ് പറഞ്ഞിരുന്നല്ലോ, അവന്റെ അച്ഛൻ മരിച്ച സമയത്ത് ഇവന്റെ സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കാനായിട്ട് പലരും ശ്രമിച്ചിരുന്നുവെന്ന്. അതിലൊരു വ്യക്തി ഇയാൾ തന്നെയാണ്. ഇയാളുടെ അടുത്താണ് ഇവളെ പോയിരിക്കുന്നത്. ഇവളെയും ഇയാൾക്ക് നന്നായിട്ട് അറിയാം. സോ ഇവര് പരിചയപ്പെടുന്നു. യൂമിങ് ഒരുപാട് നാളായിട്ട് ടോർച്ചർ ചെയ്യുന്ന ഒരു പെൺകുട്ടി ഇവളാണ് എന്ന രീതിയിൽ ഇവളെ എല്ലാവർക്കും ഒട്ടുമിക്കവർക്കും അറിയാമല്ലോ. സോ അപ്പൊ ഇയാളാണെങ്കിൽ ഇവളോട് അങ്കിള് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും യു ഫാമിലിയുടെ സ്വത്തുക്കളോ കമ്പനിയോ ഒന്നും തന്നെ ആ വട്ടനെ ഏൽപ്പിക്കില്ലായിരുന്നു, എന്റെ അച്ഛനെ ഏൽപ്പിച്ചാണ് എന്ന് പറയുമ്പോൾ ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇയാള് യൂമിങ്ങിനെ ഇട്ട് പണിയെടുക്കാനായിട്ട് തക്കം പാർത്ത് ഇരിക്കുന്ന വ്യക്തിയാണെന്ന്. ഇയാളും ഇവളോട് ആ വട്ടന്റെ അടുത്ത് നിന്ന് സൂക്ഷിച്ചോളാനായിട്ട് പറയാണ്. അങ്ങനെ അവർ ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ യൂമിങ് ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം ഇവരുടെ ഓരോ വിവാഹ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. രണ്ടുപേരോടും പരസ്പരം സമ്മതവും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാനാണെങ്കിൽ സമ്മതം പറയുന്നു. പക്ഷെ യൂമിങ് ആണെങ്കിൽ ഫുള്ള് നാൻഷിങ്ങിനെ തന്നെയാണ് നോക്കി നിൽക്കുന്നത്. അവളെ നോക്കി തന്നെയാണ് സമ്മതം പറയുന്നതും. എന്നിട്ട് വധൂവരന്മാരോട് കിസ് ചെയ്യാനായിട്ട് ഫാദർ പറയുമ്പോൾ ഇവളാണെങ്കിൽ അതിന് റെഡി ആയി നിൽക്കാണ്. പക്ഷെ യൂമിങ് ആണെങ്കിൽ ഒന്നും നോക്കുന്നില്ല, നേരെ വന്ന് ഇവൻ നാൻഷിങ്ങിനെയാണ് കിസ് ചെയ്യുന്നത്. എല്ലാവരും അത് കണ്ട് ഷോക്ക് ആവുന്നു. ഇവൾക്കും അത് നല്ലതുപോലെ ഫീൽ ആവുന്നുണ്ട്. പക്ഷെ അവൾ പ്രതികരിക്കാനൊന്നും പോകുന്നില്ല. അവന്റെ ക്യാരക്ടർ ഇവൾക്ക് നന്നായിട്ട് അറിയാം. ഇവൻ കാണിച്ചത് കണ്ട് ഇയാൾ നല്ലതുപോലെ തന്നെ ഷോക്ക് ആവുന്നു. ഫാദർ ബ്രൈഡിനെ കിസ് ചെയ്യാൻ പറഞ്ഞു, ഞാൻ കിസ് ചെയ്തു അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പോവാണ്. ഇവൾക്കത് നല്ല നാണക്കേടാവാണ്. അങ്ങനെ ഇവൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴേക്കും യൂമിങ് ആണെങ്കിൽ ഇവൾക്ക് മെസ്സേജ് അയച്ച്, ഇന്ന് നൈറ്റ് നിനക്കൊരു ഗിഫ്റ്റ് ഉണ്ട്, നമുക്ക് വീട്ടിൽ വെച്ച് കാണാം, നീ അവിടെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവളും ഇവന്റെ ആ ഒരു വീട്ടിലാണ് ഉള്ളത്. ഇപ്പൊ ഇവളാണല്ലോ അവന്റെ പേഴ്സണൽ ഡോക്ടർ. പക്ഷെ ആ ഒരു സമയത്ത് ഇവൾക്കാണെങ്കിൽ ഇവള് രാവിലെ കണ്ട ആ ഒരു യൂമിങ്ങിന്റെ കസിൻ ആണെങ്കിൽ മെസ്സേജ് അയച്ചിട്ട്, നിന്റെ ആവശ്യം അവനെ ഒഴിവാക്കുക എന്നുള്ളതാണ്, ഞങ്ങളുടെ ആവശ്യം അത് തന്നെയാണ്, അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് സഹകരിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. പക്ഷെ ഇവൾ അതിന് റിപ്ലൈ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. അപ്പോഴേക്കും ഇവളുടെ അടുത്തേക്ക് യൂമിങ് ആണെങ്കിൽ വന്നിട്ട്, ഞാൻ ലേറ്റ് ആയി പോയല്ലേ, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്, അത് കണ്ടാലും നിനക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇവളെ വിളിച്ചുകൊണ്ട് ഒരു റൂമിലേക്ക് പോവാണ്. ഇവൾക്കുള്ള ഗിഫ്റ്റ് മറ്റൊന്നുമല്ല, ഇവളെ യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റെപ്പ് ഫാദർ ഉണ്ടല്ലോ, ഇവളെ മെന്റലി അൺസ്റ്റേബിൾ ആക്കിയ ആ ഒരു വ്യക്തി, അയാളെയാണ് ഇപ്പൊ ഇവൻ മുന്നിൽ കൊണ്ടുവന്ന് കൊടുത്തേക്കുന്നത്. ഇവൾക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഷോക്കാവാണ് അയാളെ കണ്ട്. ലൈഫിലെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന പേടിക്കുന്ന ഒരു വ്യക്തിയാണ് മുന്നിൽ കിടക്കുന്നത്. ഇവളുടെ മൈൻഡിലേക്ക് ഫുള്ള് ആ ഒരു ട്രോമ അപ്പോഴും കയറി വരികയാണ്. ഇയാളാണെങ്കിൽ അവിടെ നാൻഷിങ്ങിനെ പെട്ടെന്ന് കാണുന്നത് കൊണ്ട് തന്നെ ഇവളോട് നീയോ എന്ന് ചോദിക്കുന്നു. അപ്പൊ യോമിങ് ആണെങ്കിൽ ഒരു വടിയെടുത്ത് ഇവളുടെ കയ്യിൽ കൊടുത്തിട്ട്, ഇവൻ ഏത് കൈ കൊണ്ടാ നിന്നെ തൊട്ടത്, ആ കൈ നീ അങ്ങ് തല്ലി ഒടിച്ചേക്ക്, നീ നിന്റെ കുട്ടിക്കാലത്തിന് വേണ്ടിയിട്ടുള്ള നീതിക്ക് വേണ്ടി നീ ഈ കാര്യം ചെയ്തേക്ക് എന്ന് പറയാം. അപ്പൊ ഇയാളാണെങ്കിൽ, മോളെ ഇവൻ പറയുന്നത് കേൾക്കരുത്, ഞാൻ നിന്റെ അച്ഛനാണ്, നീ അവരോട് പറ, എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ തല്ലരുത് എന്ന് പറഞ്ഞ് ഇവളുടെ കാല് പിടിക്കാണ്. പക്ഷെ ഇവൾക്ക് ഒരിക്കലും ഇയാളോട് ക്ഷമിക്കാനാവില്ല. വീണ്ടും വീണ്ടും ഇയാൾ കാണിച്ച വൃത്തികേടുകളാണ് ഇവളുടെ മനസ്സിലോട്ട് വരുന്നത്. യൂമിങ്ങും ഇവളോട് തല്ലാനായിട്ട് പറയാണ്. സോ ഇവളും ഒന്നും നോക്കുന്നില്ല. ഇവളുടെ ആ ഒരു ലൈഫ് തന്നെ നശിപ്പിച്ച വ്യക്തി ഇയാളാണല്ലോ. സോ അത്രയും വെറുപ്പ് വെച്ചിട്ട് ഇവള് ഇയാൾക്ക് നല്ലത് കൊടുക്കാണ്. താറുമാറെ കയ്യും കാലും ഒക്കെ നല്ല രീതിയിൽ തല്ലി ഒടിക്കുന്നു. ഇവളുടെ ആ ഒരു ദേഷ്യം തീരുന്നത് വരെ ഇവളെ തല്ലാണ്. അതിനുശേഷം യൂമിങ് ആണെങ്കിൽ ഇവളെ കൂട്ടിക്കൊണ്ട് വന്ന്, എന്താ നിനക്ക് ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ, ഞാനിത് കുറച്ച് മുന്നേ തന്നെ നിനക്ക് തന്നിരുന്നെങ്കിൽ നീ കുറച്ചുകൂടെ ഹാപ്പി ആവുമായിരുന്നു അല്ലെ എന്ന് ചോദിക്കുമ്പോൾ ഇവള്, നീ ഇന്ന് ചെയ്ത പ്രവൃത്തി കൊണ്ട് എനിക്ക് നിന്നോട് പ്രണയം തോന്നാൻ പോകുന്നില്ല, എന്റെ മനസ്സ് മാറുമെന്നൊക്കെയാണോ നീ വിചാരിക്കുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് നിന്നെ ഇത്രയും വെറുക്കുന്നതെന്ന് നിനക്കറിയോ, ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് എന്റെ ലൈഫിൽ നടന്ന മോശം കാര്യങ്ങൾ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നീ എപ്പോഴും അത് ഓർമ്മിപ്പിക്കാൻ മാത്രമാണ് ചെയ്യാറുള്ളത്, അന്നും ഇന്നും നീ അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നു. അതായത് ഇവൻ ഫസ്റ്റ് ഇവളുടെ അടുത്തേക്ക് വന്നിരുന്നല്ലോ, ആ ഒരു സമയത്ത് ഇവളാണെങ്കിൽ ഇവനെ ഹിപ്നോട്ടിസം ചെയ്ത് ഇവന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ ആ ഒരു ടൈമിലാണെങ്കിൽ ഇവൻ ആദ്യം പറഞ്ഞു വരുന്നത് ഇവന്റെ ആ ഒരു സ്റ്റോറി പറയുമെന്നാണ് ഇവളും വിചാരിക്കുന്നത്. പക്ഷേ ഇവൻ പറയുന്നത് ഇവൾ അനുഭവിച്ച ആ ഒരു മോശം കുട്ടിക്കാലത്തെ കുറിച്ചാണ്. അതായത് ഇവളുടെ ആ ഒരു അസുഖം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവൻ ഇവളോട് ആ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. സോ ഇവളത് കേട്ട് ഭയങ്കരമായിട്ട് വിയർക്കാണ്. ഇവൾക്കാണെങ്കിൽ സ്വയം തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ ഒരു കാര്യങ്ങളൊക്കെ കേട്ടിട്ട്. കാരണം ഇവളത് എപ്പോഴും മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളായിരുന്നല്ലോ. ഇവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതുകൊണ്ട് ഇവളുടെ മരുന്നും കാര്യങ്ങളൊക്കെ എടുത്ത് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ഇവളെ കുറിച്ച് മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് ഇവൻ ഇവളുടെ അടുത്തേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ഇവളെ ഇപ്പോ
ഈ 2 വർഷം കൊണ്ട് ഞാൻ എന്റെ നോർമൽ ലൈഫ് വീണ്ടും ബിൽഡ് ചെയ്ത് എടുക്കാനാണ് ശ്രമിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് പോരാടിക്കൊണ്ടിരുന്നത്. പക്ഷെ നിന്റെ അപ്പിയറൻസ് വീണ്ടും വീണ്ടും എന്നെ ആ ട്രോമയിലേക്കാണ് കൊണ്ടിരുന്നത്. ഇപ്പോ നിനക്ക് എന്നെ തെറാപ്പിസ്റ്റ് ആയിട്ട് വേണം. പക്ഷെ ഒരു കാര്യം അറിഞ്ഞോ, നീ എന്നെ കൊണ്ട് കൂടുതൽ വട്ടുപിടിക്കാൻ പോകുന്നതേ ഉള്ളൂ. എത്രത്തോളം നിന്നെ സിക്കാക്കാൻ പറ്റോ അത്രത്തോളം ഞാൻ ആക്കിയിരിക്കും എന്ന് പറയുമ്പോ ഇവനാണെങ്കിൽ ഇവള് പറയുന്നതൊക്കെ കേട്ട് ഒരുപാട് ഫീലായി. ഇവളുടെ കയ്യിൽ പിടിച്ചിട്ട് അതൊന്നും പ്രശ്നമല്ല, നീ എന്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി എന്ന് പറയാണ്. അപ്പൊ ഇവിടെ ഞാനാണെങ്കിൽ ആ ഒരു യു മെസ്സേജ് അയച്ചിട്ട് ആ ഒരു ഭ്രാന്തനെ വിവാഹം കഴിച്ചതിൽ നീ ഖേദിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇവള് ഒരിക്കലും ഇല്ല, ഞാൻ ആ ഒരു ഭ്രാന്തനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ് അയക്കാണ്. അപ്പോഴേക്കും ഇവരും അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ ഇവളാണെങ്കിൽ ഞാനിനോട് ഞാൻ കുറച്ച് ദിവസം ഇവിടെ എന്തായാലും ഉണ്ടാവും, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, ക്ഷമിക്കണം, എത്രയും പെട്ടെന്ന് ഞാൻ എന്റെ ഉത്തരവാദിത്വം തീർത്തിട്ട് പൊക്കോളാം എന്ന് പറയുമ്പോൾ ഇവളും കുഴപ്പമൊന്നുമില്ല, ഇവിടെ സ്റ്റേ ചെയ്തോളാനായിട്ട് പറയുന്നു. അതിനുശേഷം ഇവനാണെങ്കിൽ ഇവൾക്ക് താമസിക്കാനുള്ള റൂമാണ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ നാൻഷിങ് ആണെങ്കിൽ ഇത് നിന്റെ വൈഫിന്റെ റൂമാണ്, ഇത് എനിക്ക് തരേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഇവൻ ഇത് നമ്മുടെ റൂമാണ്, നീ ഇവിടെ താമസിച്ചാൽ മതി, അവൾക്ക് താമസിക്കാൻ ഇവിടെ ഒരുപാട് റൂംസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവളുടെ കയ്യിൽ ആ ഒരു കമ്പി കൊണ്ട് അയാളെ തല്ലിയ സമയത്ത് മുറിവും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്, അതിൽ ബാൻഡേജും കാര്യങ്ങളൊക്കെ ഇവൻ വെച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇവള് എന്തിനാ നീ വീണ്ടും എന്നെ തന്നെ തിരഞ്ഞെടുത്തത്, ഇവിടെ വേറെ ഡോക്ടറൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ എന്നെ സുഖാക്കാൻ ആർക്ക് വേണമെങ്കിലും പറ്റും, പക്ഷെ നിന്നെ പൂർണ്ണമായിട്ട് ഓക്കെ ആക്കാൻ എനിക്ക് മാത്രമല്ലേ സാധിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവളെ പെട്ടെന്ന് എന്ന് പറഞ്ഞ് ഇവളെ പെട്ടെന്ന് ആ ഒരു ഫ്ലാഷ് ബാക്കിന്റെ ബാക്കി കാര്യങ്ങൾ ആലോചിക്കുകയാണ്. ഇവളെ പെട്ടെന്ന് ഇവളുടെ കയ്യിൽ നിന്ന് ഇവളുടെ മൈൻഡ് പോയിട്ട് ആ ഒരു ഗുളികയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വാരി വലിച്ച് തിന്നാനായിട്ട് നോക്കുന്നുണ്ടല്ലോ. ആ ഒരു സമയത്ത് ഇവനാണെങ്കിൽ ഇവളോട് ടാബ്ലറ്റ്സ് കഴിക്കുന്നത് സിംറ്റംസ് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ്, അസുഖം പൂർണ്ണമായിട്ട് മാറ്റാൻ ഉപകരിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. സോ അത് ചിന്തിച്ചിട്ട് ഇവള് ഞാൻ നിന്റെ അടുത്ത് നിന്ന് അകത്ത് നിന്ന് തന്നെ ഞാൻ പൂർണ്ണമായും ഹെൽത്തിയാണ് എന്ന് പറയുമ്പോൾ ഇവൻ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് പക്ഷെ നീ ഇല്ലാത്തൊരു ലൈഫ് എന്നെ കൂടുതൽ രോഗിയാക്കും, ഇപ്പൊ തന്നെ കണ്ടില്ലേ ഞാനിത് ഹീൽ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ആ ഒരു മുറിവിൽ പിടിച്ച് ഞെക്കിയിട്ട് കണ്ടില്ലേ ഇത് ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്, വേദനിക്കുന്നുണ്ട്, അതുപോലെ തന്നെയാണ് നീയും എന്ന് പറയുന്നു. അപ്പൊ ഇവനാണെങ്കിൽ ഒന്നും പറയുന്നത് ചിരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പൊ ഇവിടെ പുറത്ത് ഞാനാണെങ്കിൽ സ്മോക്ക് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ യൂമിങ് ഇവളുടെ അടുത്തേക്ക് വന്ന് തടഞ്ഞിട്ട് പ്രഗ്നന്റ് ആയ സ്ത്രീ പുകവലിക്കുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് പറയുന്നു. അതായത് ശരിക്കും ഇവളെ പ്രഗ്നന്റ് ആണ്, പക്ഷെ അതിന്റെ ഫാദർ മറ്റാരോ ആണ്. ഇവള് പ്രഗ്നന്റ് ആണ് എന്ന കാര്യം ഇവൻ അറിയാം, അതുകൊണ്ട് തന്നെ ഇതിന്റെ അച്ഛൻ ആരാണെന്ന് നിനക്ക് ഇപ്പോഴും അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവള് അത് ആരാണെന്ന് എനിക്ക് അറിയില്ല, ആരായാലും എനിക്ക് എന്റെ കുട്ടിയെ എങ്ങനെയെങ്കിലും വളർത്തിയാൽ മാത്രം മതി, പക്ഷെ എനിക്കിപ്പോ ശരിക്കും നിന്നെയാണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ ഇവൻ നിനക്ക് നിന്റെ തലയുടെ ബോധം നഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവള് എനിക്ക് പണ്ട് മുതൽ തന്നെ നിന്നെ ഇഷ്ടമാണ് എന്ന് പറയാണ്. അതായത് ഇവർക്ക് തമ്മിൽ കുട്ടിക്കാലം മുതലേ അറിയാവുന്നവരാണ്. ഇവൾക്ക് ഇവനോട് ഫീലിംഗ്സ് ഉണ്ടെങ്കിലും ഇവന് ഒരു തരത്തിലുള്ള ഫീലിംഗ്സും ഇവളോടില്ല. അതുകൊണ്ട് തന്നെ ഇവളോട് എന്നാ ഈ കുട്ടി ജനിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കറക്റ്റ് നാൻഷിങ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നത് കൊണ്ട് തന്നെ ഞാനാണെങ്കിൽ പെട്ടെന്ന് വിഷയം മാറ്റുന്നു. പക്ഷെ അവരെ സംസാരിക്കുന്നത് കാണുന്നത് കൊണ്ട് തന്നെ ഇവള അങ്ങോട്ടേക്ക് പോകുന്നില്ല, മറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇവള യൂമിങ്ങിനോട് നീ എന്നെ കല്യാണം കഴിച്ചത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അവളോട് പറയായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ നീ നിന്റെ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് കണ്ടെത്തിയോ, നിനക്ക് വേണമെങ്കിൽ ഇവിടെ ജീവിക്കാം, അല്ലാതെ എന്റെ കാര്യത്തിൽ കൂടുതലായിട്ട് ആധിപത്യം സ്ഥാപിക്കാനൊന്നും വരണ്ട, നീ നല്ലവളാണെന്ന് തെളിയിക്കാനും വരണ്ട, ഞാനും നാൻഷിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നശിപ്പിക്കാനും നീ ഒരിക്കലും വിചാരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് പോവാണ്. അതിനുശേഷം നമ്മള് പിറ്റേന്നാണ് കാണുന്നത്. ഇവള് രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ തന്നെ യൂമിങ് മുന്നിൽ ഇരിപ്പുണ്ട്. അപ്പൊ ഇവളാണെങ്കിൽ ഇന്നലെ കേട്ട ആ ഒരു കാര്യം ഇവനോട് ചോദിക്കാണ്, വെറുതെ എന്തിനാണ് ആ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള പെൺകുട്ടിയെ കൂടി ഇതിലോട്ട് വലിച്ചിട്ടത് എന്ന്. പക്ഷെ ഇവനാണെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നും തന്നെ ഇവളോട് പറയുന്നില്ല. എന്നാൽ അപ്പോഴേക്കും ഇവൾക്കാണെങ്കിൽ ആ ഒരു യുവിന്റെ അടുത്ത് നിന്ന് കോള് വരികയാണ്. അതായത് ഇന്ന് ഇവരുടെ കമ്പനിയുടെ എന്തോ ഇനാഗ്രേഷൻ ഫംഗ്ഷൻ ആണ്. സോ അവിടെ വെച്ച് ഞാനുമായിട്ട് സഹകരിക്കുകയാണെങ്കിൽ യൂമിങ് ഒരു മാനസിക രോഗിയാണെന്ന് നമുക്ക് തെളിയിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയിലുള്ള എല്ലാവരും അവനെ ട്രീറ്റ്മെന്റിനായിട്ട് UK പറഞ്ഞയക്കും, നിനക്കും പിന്നെ അവനെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവില്ല, ഞങ്ങൾക്കും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഇവളും ഡീല് പറയുന്നു. അപ്പോൾ ഇവനാണെങ്കിൽ അത് കേട്ട് എന്ത് ഡീലാണ് എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഞാൻ എന്നെ കൊല്ലാൻ നോക്കുന്നവരുടെ ടീം ആയിരിക്കാം, പിന്നീട് എനിക്കും നിന്റെ ശല്യം ഇല്ലാതെ രക്ഷപ്പെടാലോ എന്ന് പറഞ്ഞിട്ട് ഇവനുള്ള ടാബ്ലറ്റ്സ് എടുത്തു കൊടുക്കുന്നു. അപ്പോൾ ഇവനാണെങ്കിൽ അത് കഴിച്ചതിന് ശേഷം ഞാൻ എന്നെ കൊല്ലാനുള്ള ടാബ്ലറ്റ് ആണ് തന്നതെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ പെട്ടെന്ന് തന്നെ ഇവളെ കിസ് ചെയ്തിട്ട് എങ്കിൽ പിന്നെ നമുക്ക് ഒരുമിച്ച് വരിക്കാം എന്ന് പറയാണ്. എന്നിട്ട് ഇവൻ ഇവളോട് ആ ഒരു ഫംഗ്ഷനിലേക്ക് എന്റെ കൂടെ വരാനായിട്ട് ആവശ്യപ്പെടുന്നു. അപ്പൊ ഇവള് ഞാൻ നിന്റെ ആരായിട്ടാ വരേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഞാൻ ഡേറ്റ് ചെയ്യുന്ന പെൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയാണ്. അപ്പോൾ ഇവൾ ആ ഒരു പൊട്ടത്തരം കേട്ടിട്ട് ഇവനോട് ഞാൻ നിന്റെ കൂടെ വരാം, പക്ഷെ അത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാവാം, ഞാൻ എന്റെ കാര്യം നോക്കി പോകും എന്ന് പറയുമ്പോൾ ഇവൻ സമ്മതിക്കുന്നില്ല. പക്ഷെ എന്തായാലും ഇവള് അങ്ങോട്ടേക്ക് ഇവനോടൊപ്പം എത്തിയിട്ടുണ്ട്. യു ഓൾറെഡി തന്നെ ഇവളെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് അവൾ എത്തിയത്. അങ്ങനെ ആ ഒരു ഫംഗ്ഷനാണ് ഇപ്പോൾ കാണുന്നത്. അവിടെ മീഡിയാസ് ഉൾപ്പെടെയുള്ള എല്ലാവരും എത്തിയിട്ടുണ്ട്. യോമിങ് ആണെങ്കിൽ CEO ആയിട്ട് കയറിയതിനു ശേഷമുള്ള ഫസ്റ്റ് ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഇവനാണെങ്കിൽ കയറി ഉടനെ തന്നെ ഇവന്റെ അച്ഛനോടാണ് താങ്ക്സ് പറയുന്നത്. അച്ഛൻ മരിച്ചത് കൊണ്ടാണല്ലോ ഇവന് ഈ ഒരു പൊസിഷൻ കിട്ടിയത്. സോ ആ ഒരു രീതിയിൽ അങ്ങനെ ഇവൻ സംസാരിച്ചു നിൽക്കുന്ന ഇടയ്ക്ക് പെട്ടെന്നാണെങ്കിൽ വീഴാനായിട്ട് തുടങ്ങാണ്. ഉടനെ തന്നെ യു ആണെങ്കിൽ നല്ലവനായിട്ട് അങ്ങോട്ട് കയറി ചെന്ന് എന്റെ അനിയനെ ആരെങ്കിലും അങ്ങോട്ട് പിടിച്ചോണ്ടിരുത് എന്ന് മീഡിയാസിനോടും അവിടെ വന്നിട്ടുള്ളവരോടൊക്കെ എന്റെ അനിയന് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്, അതെന്തിന്റേതാണെന്ന് അവന്റെ ഡോക്ടർ തന്നെ നിങ്ങളോട് പറയും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. ഇവളും സ്റ്റേജിലേക്ക് വന്ന് നിങ്ങളുടെ സിയോയുടെ അവസ്ഥ ഇപ്പൊ വളരെ മോശമാണ്, പുള്ളിക്കാരന്റെ അസുഖം അങ്ങനെ പെട്ടെന്ന് ചികിത്സിച്ചാൽ മറന്നതൊന്നുമല്ല എന്ന് പറയുമ്പോൾ യു ആണെങ്കിൽ അതെ എന്റെ സഹോദരന് ചില മാനസിക പ്രശ്നങ്ങളുണ്ട്, ഇത് അവൻ കഴിക്കുന്ന ടാബ്ലറ്റ്സ് ആണ് എന്ന് പറഞ്ഞ് കുറച്ച് ടാബ്ലറ്റ്സ് എടുത്ത് കാണിച്ചിട്ട് ഇത് എന്തിന്റേതാണെന്ന് ഡോക്ടർ തന്നെ പറയണം എന്ന് പറയുമ്പോൾ എല്ലാവരും അത് കേട്ട് ഷോക്കാവാണ്. ഇവളും ആ ഒരു ടാബ്ലറ്റ് എടുത്തിട്ട് ഇത് എന്തിന്റേതാണെന്ന് ഞാൻ തന്നെ പറയാം എന്ന് പറയുമ്പോൾ യൂമിങ്ങും ഒന്ന് ഇതാവാണ്. ഇവനിപ്പോ മെന്റലി എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ഒരിക്കലും അവർ ആ ഒരു കമ്പനി അധികാരങ്ങളെ ഏൽപ്പിക്കില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങൾ ഇവൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇവനെ ചതിക്കാനാണല്ലോ ഇവന്റെ കൂടെയുള്ളവരെ ശ്രമിക്കുന്നത്. പക്ഷെ ആ ഒരു ചതിക്ക് ഇവളെ കൂടെ നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവൾ ആ ഒരു ടാബ്ലറ്റ് എടുത്ത് വായിലിട്ടിട്ട് എല്ലാവരോടും ഇത് ജസ്റ്റ് ഒരു വൈറ്റമിൻ ടാബ്ലറ്റ് മാത്രമാണ് എന്ന് പറയുന്നു.
അത് കേട്ട് ഇയാൾ നല്ലോണം തന്നെ ഷോക്കാവാണ്. ഇയാൾ വിചാരിച്ചത് ഇയാൾക്ക് സപ്പോർട്ട് നിൽക്കും എന്നായിരുന്നു. സത്യത്തിലെ ഈ ഒരു യൂമിങ്ങിന് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഇവള് കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സ് ഉണ്ട്. അതല്ലാതെ വേറെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് എല്ലാവരോടും പറയാണ്. അത് കൺഫേം ആക്കാൻ വേണ്ടി തന്നെയാണ് ഇവനും അങ്ങനെ അഭിനയിച്ചത്. ശരിക്കും ഇവന് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. ഇവനറിയാം ഇവനെ ചതിക്കാൻ നോക്കുന്നവരുടെ കൂടെ നിന്ന് ഇവള് എന്തായാലും ഇവനെ ചതിക്കാൻ പോകുന്നില്ല എന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഇവന് നേരെ വന്ന് ഒരു ടാബ്ലറ്റ് എടുത്ത് ഇയാളുടെ വായിൽ കുത്തിക്കേറ്റിട്ട് നിന്റെ ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ് എന്ന് പറഞ്ഞു കൊടുക്കാണ്. പക്ഷെ ഇയാളാണെങ്കിൽ ദേഷ്യം വന്ന് ഇവളോട് നീ എന്നെ സഹായിക്കാനല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് സഹായിക്കാന്ന് പറഞ്ഞാല് നിങ്ങൾ ഉദ്ദേശിച്ചതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ എന്റെ മെഡിക്കൽ എത്തിക്സിന് എതിരെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇയാള് നീ ഒരിക്കലും ഇവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോവുകയാണ്. ഇവള് അങ്ങനെ ചെയ്തതിന്റെ യഥാർത്ഥ ഉദ്ദേശം അവന് ഒരു ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാല് ഇവൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചാലോ എന്ന് കരുതിയിട്ടാണ്. പക്ഷെ അപ്പോഴേക്കും ഇവളുടെ ഫ്രണ്ട് ആണെങ്കിൽ ഇവൾക്ക് മെസ്സേജ് അയച്ചിട്ട് എടി ആ വൃത്തിയുടെ മരിച്ചു എന്ന് പറയാണ്. അതായത് ഇവളുടെ ആ ഒരു സ്റ്റെപ്പ് ഫാദർ ഉണ്ടല്ലോ, ഇവളെ തല്ലി കൈകാലും ഒക്കെ ഒഴിച്ച ആ ഒരു വ്യക്തി, അയാൾ ഇപ്പൊ മരിച്ചിരിക്കുകയാണ്. ആ ഒരു സമയത്ത് അയാൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അയാൾ മരിച്ചു എന്ന വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അതിന് കാരണം ഇവളായിരിക്കും, അല്ലെങ്കിൽ യൂമിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവള് ഭയങ്കരമായിട്ട് ഷോക്കാവാണ്. അതിനുശേഷം ഇവളെ ഇപ്പൊ പോലീസ് ആണെങ്കിൽ ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ വിളിപ്പിച്ചേക്കാണ്. ഇവളും വളരെ പേടിച്ചാണ് അങ്ങോട്ട് എത്തിയിരിക്കുന്നത്. അയാൾ മരിച്ചു എന്ന കാര്യം ഇവൾക്ക് ഇപ്പോഴും വിശ്വസിക്കാനേ ആവുന്നില്ല. ഇയാൾ എങ്ങനെയാണ് മരിച്ചതെന്ന് ഇയാൾ ഡോക്ടറിനോട് ചോദിക്കുമ്പോൾ മർമ്മസ്ഥാനങ്ങളിലൊക്കെ ശക്തമായ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന കാര്യം പറയാണ്. അപ്പൊ പോലീസ് ആണെങ്കിൽ ഇവളോട് നിങ്ങൾ ലാസ്റ്റ് ഇയാളെ എപ്പോഴാണ് കണ്ടത്, ഈ മുറിവുകളെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ, നിങ്ങൾ ഇന്നലെ രാത്രി 10 മണിക്ക് എവിടെയായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ ചോദിക്കാണ്. ഇവൾക്കാണെങ്കിൽ ഫുള്ള് ടെൻഷനായിട്ട് ഒന്നും തന്നെ പറയാനാവുന്നില്ല. എന്നാൽ കറക്റ്റ് സമയത്ത് യൂമിങ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്ന് ഞാനാണ് ഇയാളെ അവസാനമായിട്ട് തല്ലിയത്, ഞാൻ കാരണമാണ് ഇയാൾക്ക് ഈ പരിക്കളൊക്കെ ഉണ്ടായത് എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് വരാണ്. അതുകൊണ്ട് തന്നെ പോലീസും ഇവനെ അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ട് പോകുന്നു. പക്ഷെ ഇവളോട് പേടിക്കേണ്ട, ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് യൂമിങ് പോകുന്നത്. സത്യത്തിൽ ഇവൾ അടിച്ച ആ ഒരു അടിയിൽ തന്നെയാണ് ഇയാൾ മരണപ്പെട്ടത്. എന്നാൽ ഇവൾക്ക് പ്രശ്നമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യൂമിങ് അത് സ്വയം ഏറ്റെടുക്കുന്നത്. പക്ഷെ ഇവൾക്ക് ആ ഒരു കാര്യം അറിയാത്തത് കൊണ്ട് തന്നെ ഇവൾക്കിപ്പോ നല്ല കൺഫ്യൂഷൻ ആയിരിക്കാണ്. ഇവള് കാരണമാണോ അയാൾ മരിച്ചത് അതോ യൂമിങ് ആണോ അവനെ കൊന്നത് എന്ന കാര്യത്തില്. പക്ഷെ ഇവളുടെ അമ്മയാണെങ്കിൽ അപ്പോഴേക്കും ഇവളെ വിളിച്ചിട്ട് അയാൾ എങ്ങനെയാ മരിച്ചത്, യൂമിങ് എങ്ങനെയാ അറസ്റ്റിലായത്, നിന്റെ പാസ്റ്റ് അവൻ അറിഞ്ഞല്ലേ, അതുകൊണ്ടാണല്ലേ അവൻ അയാളെ കൊന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് അത് പോലീസ് തീരുമാനിച്ചോളും എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. പക്ഷെ ഇവൾക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്നാൽ യൂമിങ് അറസ്റ്റിലായതുകൊണ്ട് തന്നെ ഇയാള് ഇപ്പൊ നല്ല ഹാപ്പി ആയിരിക്കാണ്. പക്ഷെ യൂമിങ് അറസ്റ്റിലായിട്ടും ഇവൾക്ക് അത് കണ്ട് വലിയ കുലുക്കൊന്നുമില്ല. അതിനുശേഷം ഇവളാണെങ്കിൽ ഫ്രണ്ടിനോടുള്ള സമയത്ത് ഫ്രണ്ടിനെ ആണെങ്കിൽ ഇവളെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ സൂപ്പർവൈസർ വിളിച്ചിട്ട് ഞാൻ എന്താ ഫോൺ എടുക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഫ്രണ്ട് എനിക്കറിയില്ല സാർ, വേണമെങ്കിൽ നോക്കിയിട്ട് അങ്ങോട്ടേക്ക് വിളിക്കാം എന്ന് പറയുമ്പോൾ അയാള് വേണ്ട എന്തായാലും ഈ ഒരു കാര്യം അവളെ അറിയിച്ചേക്ക്, അവള് കാരണം ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ ആണ് ഇല്ലാതായിരിക്കുന്നത്, ഞങ്ങൾ എന്തായാലും ഒരു എമർജൻസി മീറ്റിംഗ് വെക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് എന്താ വേണ്ടെന്ന് വെച്ചാൽ തീരുമാനിച്ചോളാം എന്ന് പറയാണ്. അതായത് ഇവളുടെ സ്റ്റെപ്പ് ഫാദറിനെ യൂമിങ് കൊല്ലണമെങ്കിൽ ആ ഒരു യൂമിങ് ആയിട്ട് ഇവൾക്ക് എന്തെങ്കിലും ബന്ധം ഉണ്ടായിട്ടാണല്ലോ ആ ഒരു കാര്യം ഇപ്പൊ മീഡിയാസും കാര്യങ്ങളൊക്കെ ഫുള്ള് ചർച്ചാ വിഷയമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം പേഷ്യന്റ് ആയിട്ട് ഇവൾക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എങ്കിൽ അതൊരു മോശപ്പെട്ട കാര്യമാണല്ലോ. സോ ആ ഒരു കാര്യം വെച്ചിട്ടാണ് ഈ സൂപ്പർവൈസർ ഇപ്പൊ സംസാരിക്കുന്നത്. ഇവന്റെ വിവാഹത്തിന് പോലും വധുവിനെ കിസ് ചെയ്യാൻ പറഞ്ഞപ്പോ അവൻ കിസ് ചെയ്തത് ഇവളെ ആണല്ലോ. ആ ഒരു കാര്യങ്ങളും ഇപ്പോൾ എല്ലാവരും എടുത്ത് ഇട്ടിരിക്കുകയാണ്. സോ ഏകദേശം ഇവളുടെ ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ എത്തിയിരിക്കുകയാണ്. ഇവളെ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന കാര്യം സൂപ്പർവൈസർ പറയാണ്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് ആണെങ്കിൽ സർ അതൊക്കെ ഒരു ഗോസിപ്പ് മാത്രമാണ്, റിയൽ ആയിട്ടുള്ളതൊന്നും അല്ല, അതൊന്നും വിശ്വസിക്കരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അയാൾ ഒന്നും തന്നെ കേൾക്കുന്നില്ല, ഫോൺ കട്ട് ചെയ്തിട്ട് പോകുന്നു. ഇവളും ഫ്രണ്ടിനോട് കുഴപ്പമില്ല, നോട്ടീസ് ഒക്കെ എന്തായാലും ഉടനെ തന്നെ കിട്ടുമായിരിക്കും, സാരമില്ല എന്ന് പറയുന്നു. പക്ഷെ ഇവളെ ഇപ്പൊ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്യുന്നത് അവനെ ഫസ്റ്റ് കിസ് ചെയ്തിരുന്നല്ലോ ആ ഒരു കാര്യമാണ്. ആ ഒരു കാര്യം താൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ ഇവൾക്ക് ഇന്ന് ശല്യമായിട്ട് ഉണ്ടാവില്ലായിരുന്നു. ഇവൾ ആ ഒരു സമയത്ത് ഇവനെ കിസ് ചെയ്തിരുന്നല്ലോ, പക്ഷെ അവനത് അറിഞ്ഞിട്ടില്ല എന്നാണ് ഇവളെ വിചാരിച്ചിരുന്നത്. എന്നാൽ അവിടുത്തെ CCTV വെച്ചിട്ട് ഇവനാണെങ്കിൽ ആ ഒരു കാര്യങ്ങൾ എല്ലാം തന്നെ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇവളോട് വന്ന് ഇങ്ങനെയാണോ നിങ്ങളെ പേഷ്യന്റിന് തെറാപ്പി നൽകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവൾക്ക് ഒരു മറുപടിയും പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഇവനാണെങ്കിൽ പെട്ടെന്ന് ഇവളുടെ അടുത്തേക്ക് വന്ന് ഇവളെ കിസ് ചെയ്യാനായിട്ട് തുടങ്ങാണ്. അതിനുശേഷമൊക്കെയാണ് ഇവര് റിലേഷൻഷിപ്പിലാവുന്നത്. പക്ഷെ ഇന്ന് ഇതെല്ലാം അവള് ഒരു വലിയ പശ്ചാത്താപത്തോടു കൂടിയാണ് ഓർക്കുന്നത്. അതൊക്കെ ഓർത്ത് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവളുടെ അമ്മയാണെങ്കിൽ ഇവൾക്ക് ഒരു മനസ്സമാധാനം കൊടുക്കുന്നില്ല. ഇപ്പോഴുള്ള ഇവരുടെ ഹസ്ബൻഡിന്റെ റെപ്യൂട്ടേഷനും കൂടിയാണല്ലോ ഇവള് കാരണം ഇല്ലാതായത്. അതുകൊണ്ട് തന്നെ ഇവളോട് ഇനിയിപ്പോ നീ എന്നെ കൂടി അങ്ങ് കൊന്നേക്ക്, നീ അല്ലേ അയാളെ കൊന്നത്, എനിക്കറിയാം നീ ആണെന്ന്, നിനക്കല്ലേ അയാളോട് ദേഷ്യമുള്ളത് എന്ന് ചോദിച്ചിട്ട് ഇവരാണെങ്കിൽ കത്തിയെടുക്കുന്ന സമയത്ത് ഇവളുടെ കൈ കൊണ്ട് അതിൽ പിടിച്ചിട്ട് സ്വന്തമായിട്ട് കൈമുറിക്കാണ്. ഫുള്ള് ബ്ലഡ് ആവുകയാണ്. അമ്മ വരെ നന്നായിട്ട് പേടിച്ച് പതറുന്നു. കാരണം ഇവളെ തന്നെ വെറുത്തിട്ടാണ് ഇപ്പൊ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അകത്തേക്ക് കയറി പോകുന്നു. അതിനുശേഷം ഇവളെ നേരെ അകത്തേക്ക് വരുന്നു. പക്ഷെ ഇവളെ എത്തുന്നതിന് മുന്നേ തന്നെ ഇവളുടെ വീട്ടിലെ യൂമിങ് എത്തിയിട്ടുണ്ട്. ഇവനവന്റെ മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ല എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇവന്റെ ഹോൾഡ് ഉപയോഗിച്ചൊക്കെ ആയിരിക്കണം, കൃത്യമായ തെളിവില്ലാത്തത് കൊണ്ടായിരിക്കണം ഇവനിപ്പോ പുറത്ത് വന്നത്. അപ്പൊ ഇവളാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ ഇവനോട് ചെന്ന് ആരായാളെ കൊന്നത്, നീയാണോ ഞാനാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ആരായാലും അവൻ ജീവിക്കേണ്ടവനേ അല്ല, അവന്റെ ശല്യം തീർന്നില്ല, നീ ഒരിക്കലും ആ ഒരു ട്രോമയിൽ ജീവിക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ ഇവൾക്ക് നല്ല ദേഷ്യം വന്നിട്ട് നീ തന്നെ പറ, ഞാൻ എങ്ങനെ ഇത് അവസാനിപ്പിക്കുന്നത്, ഞാൻ എന്ത് ചെയ്താലും നിന്നെ ഒരിക്കലും കാണാൻ പറ്റാത്ത നിലയിലോട്ട് എത്തുന്നത്, നിന്റെ വട്ട് പിടിച്ച ലൈഫിൽ എന്നെ കൂടി പിടിച്ചിരുന്നത് എന്തിനാണ് എന്ന് ചോദിച്ച് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാണ്. പക്ഷെ അപ്പോഴാണ് ഇവന്റെ ഡ്രസ്സിൽ ഇവളുടെ കയ്യിൽ ആ ഒരു ബ്ലഡ് ആയിരിക്കുന്നത് ശ്രദ്ധിക്കുന്നത്.
ഇവനും ഇവളുടെ കൈ പെട്ടെന്ന് പിടിച്ചിട്ട് നിന്റെ കൈക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ ഇവളൊന്നും മിണ്ടുന്നില്ല. അപ്പൊ ഇവനും നമ്മൾ രണ്ടുപേരും അയാളുടെ മരണത്തിന് ഉത്തരവാദിയല്ല, എങ്കിൽ പിന്നെ ഞാൻ പുറത്തു വരുമായിരുന്നോ എന്ന് ചോദിക്കുന്നു. പക്ഷെ ഇവളെ ചിന്തിക്കുന്നത് ഇവൻ ഇതെല്ലാം ചെയ്യുന്നത് ഇവള് അന്ന് ഇവനെ ഉപേക്ഷിച്ചു പോയ പ്രതികാരത്തിന് വേണ്ടി ആയിരിക്കും എന്നാണ്. ഫസ്റ്റ് ഇവളുടെ കല്യാണം കൊളാക്കി, ഡിവോഴ്സ് ചെയ്യിപ്പിച്ചു, അമ്മയായിട്ടുള്ള ബന്ധം ഇല്ലാണ്ടായി, അതേപോലെ തന്നെ ജോലി പോയി, ഒരു കൊലയാളി എന്ന പേര് വരെ ഇവൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുകയാണല്ലോ. എല്ലാ രീതിയിലും ഇവൻ ഇപ്പോൾ ഇവൾക്ക് പണി തരാണോ എന്നാണ് ഇവളെ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവനോട് ഞാൻ അന്ന് നിന്റെ വിരലെടുത്തിന്റെ പകയല്ല ഇതൊക്കെ, അത് ഞാൻ നിനക്ക് ഇപ്പൊ തന്നെ തിരിച്ചു തന്നേക്കാം എന്ന് പറഞ്ഞിട്ട് ഇവളുടെ വിരൽ ഇവളായിട്ട് തന്നെ കട്ട് ചെയ്യാൻ പോവാണ്. പക്ഷെ ഇവനെ കത്തി പിടിച്ച് വാങ്ങിച്ചു കളഞ്ഞിട്ട് നീ എന്തായി ചെയ്യുന്നത്, നിനക്ക് കൈ വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവളെ ശരിക്കാണ് ഇവളുടെ ലൈഫ് തന്നെ ഇപ്പോൾ ഫുൾ ഓഫ് പെയിൻ ആണല്ലോ. അതിന്റെ കൂടെ ഈ ഒരു ചോദ്യം തന്നെ വെറുതെയാണ്. ഇവനും അത് മനസ്സിലാക്കിയിട്ട് ഞാൻ ഇല്ലാത്തൊരു ലൈഫ് നിനക്ക് ഒരിക്കലും കംപ്ലീറ്റ് അല്ല. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിന്റെ കൂടെ നിൽക്കുന്നവരാരും നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടില്ല, നിന്റെ നന്മ ആഗ്രഹിക്കുന്നവരുമല്ല. അത് നിന്റെ ഹസ്ബൻഡ് ആയാലും നിന്റെ പാരന്റ്സ് ആയാലും ഫാമിലി ആയാലും എന്ന് പറഞ്ഞിട്ട് ഇവളുടെ കയ്യിൽ ആ ഒരു മുറിവ് ഉണ്ടായിരുന്നല്ലോ. സോ അതിൽ ബാൻഡേജും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എടുക്കാനായിട്ട് പോകുമ്പോൾ ഇവള് ഒരു ഫേക്ക് ആയിട്ടുള്ള ജീവിതം നയിച്ചാലും വേണ്ടിയില്ല, ഇനി ഇവന്റെ കൂടെയുള്ള ലൈഫ് വേണ്ട എന്ന് തീരുമാനിച്ച് ഇവളെ പെട്ടെന്ന് തന്നെ ഇവന്റെ വൈഫായിട്ടുള്ള ആ ഒരു യാണിനെ വിളിച്ചിട്ട് നിന്റെ ഹസ്ബൻഡ് ഇപ്പോൾ എന്റെ വീട്ടിലാണുള്ളത്, പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് അവനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് പറയുന്നു. അവളും അത് അവനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നു. അതിനുശേഷം യു ആണെങ്കിൽ വീണ്ടും ഇവളെ വിളിക്കാണ് അയാളോടൊപ്പം ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ട്. പക്ഷെ ഇത്തവണ ഇവൾ ആത്മാർത്ഥമായിട്ട് തന്നെ അതിനെ എസ് പറയാണ്. കാരണം അവന്റെ കയ്യിൽ നിന്ന് ഇവൾക്ക് ഇനി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി, അതുകൊണ്ട് തന്നെ അയാളോട് എന്തിനും താൻ ബീല് പറയാണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ നാൻഷിങ്ങിനെ കൊല്ലാനായിട്ട് ഇവളാണെങ്കിൽ ഇടയ്ക്കൂടി പല കാര്യങ്ങൾക്കും ശ്രമിക്കുന്നുണ്ട്. കാരണം നാൻഷൻ ജീവനോടെ ഇരിക്കുമ്പോൾ ഇവളെ ഒരിക്കലും യോമിങ്ങ സ്നേഹിക്കാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് അതിനുശേഷം നമ്മൾ കാണുന്നത് യോമിങ്ങ ഇപ്പോൾ ഇവളെ ഫോഴ്സ് ചെയ്ത് എന്റെ അസുഖം ഭേദമാവുന്നത് വരെ നിനക്ക് എവിടെയും പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇവളെ കൂട്ടി ഇവന്റെ കുടുംബ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഇവന്റെ അമ്മയോട് ചെന്ന് ഇതെന്റെ ഗേൾഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞ് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പക്ഷെ ഞാൻ ആ സമയം അവിടെ തന്നെയാണ് ഉള്ളത്. എന്നാൽ ഇവളാണെങ്കിലും പെട്ടെന്ന് ഞാൻ ഇവന്റെ തെറാപ്പിസ്റ്റ് ആണ് എന്ന് പറഞ്ഞ യോമിങ്ങിന്റെ അമ്മയെ പരിചയപ്പെടുന്നു. ഇവർക്കും ഇവളെ മുന്നേ തന്നെ അറിയാം. എന്നാൽ അപ്പോഴേക്കും യു ആണെങ്കിൽ അവന്റെ അച്ഛനെയും കൂട്ടി അങ്ങോട്ടേക്ക് വരികയാണ്. യോമിങ്ങിന്റെ ഫാദർ ഇയാളുടെ ചേട്ടനാണ്. സോ യോമിങ്ങിന്റെ ഫാദർ മരിച്ചെങ്കിൽ പോലും നമ്മളെല്ലാവരും എപ്പോഴും കണക്റ്റഡ് ആയിരിക്കണം, ഒരിക്കലും അകന്നു പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് സംസാരിക്കാണ് ഫാമിലിയെ പറ്റി. അപ്പൊ അവിടെ നാൻഷിങ്ങിനെ കണ്ട ഇയാൾ ഇതാരാണ് എന്ന് ചോദിക്കുമ്പോൾ യു ആണെങ്കിൽ പെട്ടെന്ന് അച്ഛാ ഞാനിത് പരിചയപ്പെടുത്താൻ മറന്നു, ഇത് യോമിങ്ങിന്റെ തെറാപ്പിസ്റ്റ് ആണ് നാൻഷിങ്, അതോടൊപ്പം എന്റെ ഫിയാൻസി ആണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താണ്. അത് ഇവനെ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. യു ആണെങ്കിൽ ഞാൻ ഇവളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടില്ല, ഫോർമൽ ആയിട്ടുള്ള ഇവളോട് പോലും ഒരു പ്രപ്പോസൽ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ ഇവളെ പെട്ടെന്ന് പ്രപ്പോസ് ചെയ്യാണ്. അതെല്ലാം തന്നെ ഇവരുടെ പ്ലാനിംഗ് അനുസരിച്ച് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ യോമിങ് ആണെങ്കിൽ നാൻഷിങ് ഇതുവരെ ഡിവോഴ്സ് ആയിട്ടില്ല, കൂളിംഗ് പീരീഡിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവൾ ഇപ്പോഴും മാരീഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ ഇയാള് കൂളിംഗ് പീരീഡ് ഒരാഴ്ച കഴിയുമ്പോൾ തീരും, നിയമപരമായിട്ട് ഡിവോഴ്സ് പേപ്പറും കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇവൻ കയ്യിലുള്ള റിംഗ് എടുത്ത് ഇവളെ പ്രപ്പോസ് ചെയ്യാനായിട്ട് വരുമ്പോൾ ഇവളും എസ് പറഞ്ഞ് അത് സ്വീകരിക്കുകയാണ്. പക്ഷെ യോമിങ് ആണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല, ആ ഒരു റിംഗ് വാങ്ങി ദൂരെ എറിയുന്നു. പക്ഷെ അപ്പോൾ ഇവന്റെ മുന്നിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് നാൻഷിങ് ആണെങ്കിൽ അത് പോണെങ്കിൽ പോട്ടെ, എന്റെ കയ്യിൽ വേറെ ഒന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവള് കൊണ്ടുവന്നിരിക്കുന്ന റിംഗ് എടുക്കുന്നു. ഇവനാണെങ്കിൽ അതെല്ലാം കണ്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ ചിരിച്ചുകൊണ്ട് അതെല്ലാം നേരിടാണ്. അതിനുശേഷം ഇവരാണെങ്കിൽ ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് പോകുമ്പോൾ ഇയാളാണെങ്കിൽ ഇവളോട് ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്തിട്ടും റിംഗ് ഇടാൻ ശ്രമിച്ചിട്ടൊക്കെ അവന് ഒരു പോസിറ്റീവ്നെസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല, അവന്റെ മാനസിക പ്രശ്നങ്ങളിൽ വലിയ മാറ്റമൊന്നും ഇല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്, അവന് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് യോമിങ് മാനസികമായിട്ട് പ്രശ്നമുള്ള ഒരു വ്യക്തിയല്ല, ഇമോഷണൽ പ്രശ്നങ്ങൾ മാത്രമാണ് അവനുള്ളത്, അതാണ് കൺട്രോൾ ചെയ്യാൻ അവൻ ആവാത്തതും എന്ന് പറയുമ്പോൾ അയാളാണെങ്കിൽ വലിയ അധികാരത്തില് എന്റെ ഫിയാൻസി കാര്യമായിട്ട് മറ്റൊരാളെ കുറിച്ച് പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇവളെ കിസ് ചെയ്യാനായിട്ട് വരുന്നു. പക്ഷെ യോമിങ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്ന് അത് തടയുന്നു. എങ്കിലും യു ആണെങ്കിൽ യോമിങ്ങിനോട് ഇത് എന്റെ ഫിയാൻസിയാണ്, ഇവളുടെ കാര്യത്തിൽ നീ ഇടപെടേണ്ട എന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവാണ്. നാൻഷിങ്ങിനും ഇയാളെ കിസ് ചെയ്യാൻ വന്നതൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിനുശേഷം ഇവളാണെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോകാനായിട്ട് തുടങ്ങുമ്പോൾ യോമിങ്ങിന്റെ അമ്മയാണെങ്കിൽ ഇവളോട് വന്നിട്ട് യോമിങ് നീ ഇല്ലാത്ത 2 വർഷം വളരെ കഷ്ടപ്പെട്ടാണ് മുന്നോട്ട് ജീവിച്ചത്, ഇപ്പോഴാണ് അവനൊന്ന് സ്റ്റഡി ആയി ഞാൻ കാണുന്നത്, അത് നീ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അവൻ മറ്റൊരു വിവാഹം കഴിച്ചത് ഈ സ്വത്തുക്കളൊന്നും അവന്റെ അസുഖം കാരണം അവന്റെ അച്ഛന്റെ ആളുകൾ തട്ടിയെടുക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ്, അല്ലാത്ത പക്ഷം ഒരിക്കലും അവനത് ചെയ്യില്ലായിരുന്നു, എന്റെ നിർബന്ധപ്രകാരമാണ് അവനത് ചെയ്തത്, അവൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന സ്നേഹിക്കുന്ന ഒരു വ്യക്തി മോളാണ് എന്ന് പറഞ്ഞിട്ട് അവർ പോവാണ്. ഇവർ ആ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവൾക്ക് എന്തോ അവനോട് ഒരു സഹതാപം തോന്നുന്നു. അപ്പോഴേക്കും യോമിങ് ആണെങ്കിൽ ഇവൾക്ക് മെസ്സേജ് അയച്ചിട്ട് എനിക്കൊന്ന് കാണണം, ഇവിടെ ഉള്ള തന്നെ ഒരു ഹാളിലേക്ക് പെട്ടെന്ന് വരാനായിട്ട് പറയാണ്. അതുകൊണ്ട് തന്നെ ഇവളും അങ്ങോട്ടേക്ക് ചെല്ലുന്നു. പക്ഷെ ആ ഒരു കാര്യങ്ങളൊക്കെ യു കാണുന്നുണ്ട്. ഇവളും യോമിങ് പറഞ്ഞതനുസരിച്ച് ആ ഒരു ഹാളിലേക്ക് എത്തുമ്പോൾ അവിടെ അവൻ ഉണ്ടായിരുന്നില്ല. സോ ഇവള് അവനെ വിളിക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കും പുറകെ ഒരാൾ വന്ന് ഇവളെ ബോധം കെടുത്തിട്ട് അവിടെ ഫുള്ള് തീയിട്ടിട്ട് പോവാണ്. ഇവൾക്കാണെങ്കിൽ ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഇവളുടെ ബോധം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനുശേഷം കാണുന്നത് ഇപ്പൊ ഇവള് ആ ഒരു കാര്യങ്ങളൊക്കെ സ്വപ്നത്തിൽ കണ്ടവണ്ണം വീണ്ടും ഞെട്ടി എഴുന്നേൽക്കാണ്. ശരിക്കും അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു, പക്ഷെ ഇവള് അതിന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. വലിയ അപകടങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവളെ ഇപ്പോൾ ഉള്ള ആ ഒരു സ്ഥലം കാണുമ്പോൾ വീണ്ടും എല്ലാം ഒരുപോലെ തന്നെ ആണല്ലോ എന്നാണ് പറയുന്നത്. അതായത് പണ്ട് ഇവളെ തടവിൽ വെച്ചിരുന്നല്ലോ, അതേ അവന്റെ സ്ഥലത്തേക്കാണ് ഇവളെ ഇപ്പോൾ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവളാണെങ്കിൽ അവിടെ ഇവനെ അന്വേഷിച്ച് വരുമ്പോൾ അവൻ പുറത്ത് ബോഡി ഗാർഡ്സിനൊക്കെ നിർത്തിയിട്ടാണ് പോയിരിക്കുന്നത്. ഇവളും അവിടെയൊക്കെ അവനെ അന്വേഷിച്ച് വരുമ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ CCTVയുടെ ആ ഒരു വോയിസ് വഴി അവനോട് സംസാരിക്കുകയാണ്. ഇവളെ കാണുന്നുണ്ട്. ഞാൻ നിനക്കുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിക്കണം എന്ന് പറയുമ്പോൾ ഇവൾ അവനോട് ദേഷ്യപ്പെട്ട് നീ എന്തിനാ ഇപ്പൊ വീണ്ടും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നീ എന്നെ കൊല്ലാൻ നോക്കിയിട്ട് എന്റെ രക്ഷകൻ അവനായിട്ട് ശ്രമിക്കണോ, എന്നെ വീണ്ടും തടവിലാക്കിയിരിക്കല്ലേ, നിനക്കിപ്പോ എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ യോമിങ് നീ ഒരുപാട് പുക ശ്വസിച്ചതാണ്, അതുകൊണ്ട് റെസ്റ്റ് എടുക്ക്, ഞാൻ ഉടനെ തന്നെ വരാം എന്ന് പറഞ്ഞിട്ട് പോവാണ്. പക്ഷേ ഇവൾക്കാണെങ്കിൽ നല്ല ഭ്രാന്ത് പിടിക്കാണ്. കാരണം ഇവള് 2 വർഷം മുന്നേ രക്ഷപ്പെട്ടു പോയ അതേ സ്ഥലത്തേക്കാണല്ലോ വീണ്ടും എത്തിയിരിക്കുന്നത്. ഇവളെ അന്ന് ഇവൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് തടവിലാക്കിയതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവള് ചെയ്യുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി ഇവനോട് ബ്രേക്കപ്പ് പറഞ്ഞ സമയത്താണ്. നീ എന്റെ പേഷ്യന്റ് ആണ്, അതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധം മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ
പഠിക്കോ എന്നൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും ഇവനത് അംഗീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവന്റെ ലൈഫിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടി ഇവളെ അവൻ ആ ഒരു തടവിൽ പാർപ്പിച്ചത്. പക്ഷേ ലാസ്റ്റ് ഇവന്റെ വിരൽ കട്ട് ചെയ്തിട്ടാണല്ലോ അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ഇനി ഇത്തവണ എങ്ങനെ രക്ഷപ്പെടും എന്ന് ആലോചിച്ചിട്ടാണ് ഇവളെ ഇരിക്കുന്നത്. എന്നാൽ അതിനുശേഷം ഇവൾക്കാണെങ്കിൽ ആ ഒരു വീടിന് പുറത്ത് നിൽക്കുന്ന ഒരു സെക്യൂരിറ്റി ആണെങ്കിൽ ഇവളുടെ അടുത്ത് ഒരു ഫോൺ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ബാത്റൂമിൽ CCTV ഇതിൽ വരുന്ന കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാനായിട്ട് പറയുന്നു. കുറച്ച് കഴിയുമ്പോഴേക്കും ആ ഒരു ഫോണിൽ കോൾ വരുന്നു. വിളിക്കുന്നത് മറ്റാരുമല്ല, യു ആണ്. ഇവളോട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഇവള് ചത്തിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ അവൻ നിന്നെ കൊല്ലാൻ ശ്രമിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല, ഞാനിത് പോലീസിൽ അറിയിക്കണോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് അറിയിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല, എനിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റും തോന്നില്ല എന്ന് പറയുമ്പോൾ നിനക്ക് അവന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നീ ആദ്യം ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ്, അവന്റെ വീക്ക്നെസ് എന്താണെന്ന് മാത്രം ആലോചിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പൊ ഇവളും അതിനെപ്പറ്റി ആലോചിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവളെ എന്തോ പ്ലാൻ ചെയ്തിട്ട് ഇവന്റെ കണ്ണൊക്കെ കെട്ടി സ്വിമ്മിംഗ് പൂൾ ഏരിയയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. ഇവനും ഇവളോടൊപ്പം എന്താണ് എനിക്ക് സർപ്രൈസ് തരാൻ പോകുന്നത് എന്ന് ചോദിച്ചു വലിയ ഫണ്ണായിട്ടാണ് അവനത് എടുത്ത് വരുന്നത്. എന്നിട്ട് ഇവളാണെങ്കിൽ ആ ഒരു പൂളിന്റെ സൈഡിലേക്ക് എത്തുമ്പോൾ ഇവന്റെ കണ്ണിന്റെ കെട്ടഴിക്കുന്നു. ആ ഒരു സ്വിമ്മിംഗ് പൂള് കണ്ട് ഇവൻ നല്ലോണം തന്നെ പേടിക്കാണ്. ശരിക്കും ഇവൻ ഇതിൽ വെള്ളം നിറയ്ക്കാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ ആ ഒരു യു തന്നെയാണ് ഇത് ചെയ്തിട്ട് ഇവളോട് പറഞ്ഞത് ഇവന്റെ വീക്ക്നെസ് വെള്ളമാണ്, അവനത് ഭയങ്കര പേടിയായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നീ ആ വെള്ളത്തിലോട്ട് അവനെ എങ്ങനെയെങ്കിലും എത്തിച്ചാൽ മതിയെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇവളും ഇപ്പൊ ഇവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. എന്നിട്ട് ഇവനോട് എനിക്ക് സ്വിമ്മിംഗ് അറിയില്ലെന്ന് നിനക്ക് അറിയാലോ എന്ന് പറഞ്ഞിട്ട് ഇവള് പെട്ടെന്ന് വെള്ളത്തിലേക്ക് എടുത്ത് ചാടാണ്. എന്നിട്ട് കൈകാലോട്ട് അടിക്കുന്നു. പക്ഷെ ഇവനാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിച്ച് നിൽക്കാണ്. ഇവന്റെ മനസ്സിലോട്ട് പഴയ എന്തൊക്കെയോ കാര്യങ്ങളെ കടന്നു പോകുന്നു. ഇവളെ രക്ഷിക്കാനായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങുന്നു. പക്ഷെ ഇവനെ കൊണ്ട് ആവുന്നില്ല. ഇവൻ തിരിഞ്ഞ് ഓടാണ്. പക്ഷെ ഇവൻ പെട്ടെന്ന് സ്റ്റോപ്പ് ആയിട്ട് നാൻഷിങ്, നീ എന്റെ വീക്ക്നെസ് മനസ്സിലാക്കിയല്ലേ, പക്ഷെ നിനക്ക് അറിയാത്തൊരു കാര്യം, എനിക്ക് അതിനേക്കാൾ ഭ്രാന്തായിട്ടുള്ള മറ്റൊരു വീക്ക്നെസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ തിരിച്ചു ഓടി വന്ന് ആ ഒരു വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. അതായത് ഇവന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് ഇവളെ തന്നെയാണല്ലോ. എന്തായാലും ഇവളെ മരിക്കാൻ വിട്ടുകൊടുത്തിട്ട് അവൻ ഓടാൻ തയ്യാറായില്ല. ഇവന് പേടിയാണ് എങ്കിൽ പോലും. പക്ഷെ ഇവൻ ആ ഒരു വെള്ളത്തിലോട്ട് എത്തുന്നത് കൊണ്ട് തന്നെ ഇവളുടെ കരയിലേക്ക് കയറുകയാണ്. ഇവൾക്ക് ശരിക്കും നീന്താനൊക്കെ അറിയാം. എന്നിട്ട് ഇവളാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് തുടങ്ങുന്നു. അപ്പോഴേക്കും യു ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്ന് എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ഒന്നും സംസാരിക്കാനില്ല, സമയമില്ല എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ ഇയാളാണെങ്കിൽ ഞാനൊരു കഥ പറയട്ടെ. ഒരു താറാവിന് കടൽ കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവന് അതിന്റെ അച്ഛനോടൊപ്പം കടൽ കാണാൻ ഒരു ബോട്ടിലേക്ക് പോയി. പക്ഷെ അവിടെയുള്ള സൈനികര് ആ താറാവിനെ ഒരുപാട് കഷ്ടപ്പെടുത്തി. അച്ഛനും അവർക്ക് അവനെ വിട്ടുകൊടുത്തിട്ട് മാറി നിന്നു. അവർക്ക് കളിക്കാനും രസിക്കാനും സ്വന്തം മകനെ വിട്ടുകൊടുത്തു. പക്ഷെ അതിനുശേഷം തിരിച്ചു വന്ന താറാവിന് വെള്ളത്തിൽ പോലും തൊടാൻ പേടിയായിരുന്നു എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റോറി പറയുമ്പോൾ അത് യൂമിങ്ങിന്റെ പാസ്റ്റ് ആണ് എന്ന് ഇവൾക്ക് മനസ്സിലാവുകയാണ്. അതായത് അവൻ കുഞ്ഞിലെ തന്നെ ഒരുപാട് പേരുടെ അടുത്ത് നിന്ന് ബുള്ളിങ് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ആ കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ഇവന്റെ മാനസിക നിലയെ ബാധിച്ചത്. അപ്പോൾ ഇവൾക്കാണെങ്കിൽ അവന് വെള്ളത്തിൽ നിന്ന് കയറി വരാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി അവന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഇയാൾ തടഞ്ഞിട്ട് അവൻ സ്വയം എടുത്ത് ചാടിയതാണ്. അവനെ മുങ്ങി മരിച്ചാലും അത് നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല, നമ്മൾ അതിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ നീ അവനെ കൊല്ലാൻ നോക്കാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്റെയും നിന്റെയും ആവശ്യം അത് തന്നെയാണ്, അവൻ മരിച്ചാൽ മാത്രമേ നിനക്ക് സമാധാനം കിട്ടൂ, എനിക്ക് സമാധാനം കിട്ടൂ, അത് നീ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ ഇവള് നല്ല തരണം ഇയാൾക്ക് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇവന്റെ അടുത്തേക്ക് പോവാണ്. കാരണം ഇവന് സ്വന്തമായിട്ട് നീന്തി കയറി വരാനാവില്ല. ഇവളെ ചെല്ലുമ്പോൾ അവൻ ഭയങ്കര സ്റ്റക്കായിട്ട് അവിടെ കിടക്കാണ്. അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും അവനെ കൊല്ലണം എന്ന് വിചാരിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവളെ തിരിച്ചുപോയി പെട്ടെന്ന് തന്നെ അവനെ രക്ഷപ്പെടുത്തി കരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ആ ഒരു സമയത്ത് ഇവള് മൈൻഡ് വോയിസില് എനിക്ക് ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ ഇവന്റെ തടവറയിലാവുന്നതെന്ന്. അതായത് ഇവനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷെ ഇവൻ കുറച്ച് സൈക്കോ തരങ്ങളൊക്കെ കാണിക്കുന്ന രീതിയിലാണല്ലോ ഇവളോട് പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവളെ ഒഴിഞ്ഞു മാറി പോകുന്നതും. ഇപ്പോഴും ഇവളെ മൈൻഡ് വോയിസില് ഞാനൊരു അവസരം കൊടുത്തിട്ടാണ് ഇവൻ എന്റെ പിറകെ വരുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ അവനെ രക്ഷപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അപ്പോൾ ഇവനാണെങ്കിൽ എനിക്കറിയാം നാൻഷിങ്, നീ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എന്ന് പറയുന്നു. അല്ലാത്ത പക്ഷം ഇവൾ ഒരിക്കലും അവനെ രക്ഷിക്കില്ലല്ലോ. അത് വീണ്ടും മനസ്സിലാക്കിയിട്ടാണ് ഇവൻ ആ ഒരു കാര്യം പറയുന്നത്. പക്ഷെ അവൾ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം നമ്മൾ ഒരു മാസങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. നാൻഷിങ് ഇവന്റെ ലൈഫിൽ നിന്ന് പോയിട്ടും ഒരു മാസം ആയിരിക്കാണ്. ഇവളെ കുറിച്ച് പിന്നീട് ഇവന് ഒരു അറിവും തന്നെയില്ല. അവളായിട്ട് തന്നെ പോയതാണല്ലോ. പക്ഷെ നല്ലതുപോലെ തന്നെ ഇവനിപ്പോ അവളെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവന് അറിയാം അവളുടെ ലൈഫ് നല്ലോണം മോശമാക്കിയത് ഇവനാണ് എന്ന്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ ഇവന് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. ഇവൻ അവളെ സ്വന്തമാക്കാൻ വേണ്ടി യൂസ് ചെയ്ത മെത്തേഡ് വളരെ മോശമാണല്ലോ. ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവൻ തിരിച്ച് അറിയുന്നുണ്ട്. അവളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഓർത്ത് ഇവന്റെ അവസ്ഥ ഇപ്പൊ വളരെ മോശമായിരിക്കാണ്. വന്നോന്ന് ഇവനിപ്പോ സ്വന്തം കാര്യങ്ങൾ പോലും നോക്കാനാവുന്നില്ല. ഞാൻ തന്നെയാണ് നോക്കുന്നത്. ഇപ്പൊ ഇവന്റെ മെഡിസിനും കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് വന്ന് കൊടുത്തിട്ട് അവൾ നിന്നെ കംപ്ലീറ്റ് ആയി അവോയ്ഡ് ചെയ്തിട്ട് പോയതാണ്. അവൾ നിന്റെ അടുത്തുനിന്ന് പോയിട്ടുണ്ടെങ്കിൽ അവൾ നീ ആയിട്ടുള്ള ഒരു ലോകമേ ആഗ്രഹിക്കുന്നില്ലെന്ന് നീ മനസ്സിലാക്കുക. അവൾ നിന്നെ സ്നേഹിക്കുന്നത് എന്നേ നിർത്തിയതാണ്. അവളെ സ്നേഹിക്കുന്നത് നിർത്തിയിട്ട് എന്നെ മനസ്സിലാക്കാൻ നോക്ക് എന്ന് പറയുമ്പോ ഇവന് മനസ്സിലാവുന്നുണ്ട് ഇവള് പറയുന്ന കാര്യങ്ങളൊക്കെ. അതിനുശേഷം അവന് ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുമ്പോൾ ഇവനും അത് വാങ്ങി കഴിക്കുന്നു. ഇവനിപ്പോ ഒട്ടും ഓക്കെ അല്ലാത്തത് കൊണ്ട് തന്നെ ഓഫീസും കാര്യങ്ങളും ഒന്നും തന്നെ നേരെ നോക്കി നടത്താൻ പോലും ആകുന്നില്ല. അതിനുശേഷം 3 മാസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ നമ്മൾ നാൻഷിങ്ങിനെയാണ് കാണുന്നത്. ഇവളിപ്പോ മറ്റൊരു സ്ഥലത്ത് മറ്റൊരു ഐഡന്റിറ്റിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. എന്നാൽ അപ്പോഴേക്കും ഇവൾ
ഇവളുടെ അടുത്തേക്ക് യോമിങ്ങിന്റെ അമ്മ എത്തിയിരിക്കുകയാണ് ഇവളെ കാണാൻ വേണ്ടി. പക്ഷെ ആദ്യം ഇവള് അവരെ കണ്ടിട്ട് ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ഇവര് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, എന്റെ മുന്നിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ തേടി വരില്ലായിരുന്നു, നിന്നെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് വരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് യോമിങ്ങിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഇവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. നീ എന്തിനാണ് ഇങ്ങനെ ഒരു ലൈഫ് ജീവിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എന്റെ മകൻ കാരണമാണെന്നും അറിയാം എന്ന് പറയുന്നു. സത്യത്തിൽ ഇവരെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് യോമിങ് തന്നെയാണ്. നാൻഷിങ് എവിടെയുണ്ട് എന്ന കാര്യം അവൻ മുന്നേ തന്നെ കണ്ടുപിടിച്ചതാണ്. പക്ഷേ ഇവളെ ഡിസ്റ്റർബ് ചെയ്യാതെ മനഃപൂർവ്വം അവൻ ഒഴിവാവുന്നതാണ്. ഇവന്റെ അമ്മയോട് കുറച്ച് കാര്യങ്ങൾ ഇവളോട് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപ്രകാരമാണ് ഇപ്പോൾ ഇവളെ കാണാനായിട്ട് എത്തിയിരിക്കുന്നത്. അതായത് ഫസ്റ്റ് കാര്യമായിട്ട് അവൻ പറയുന്നത്, അന്ന് ആ ഒരു തീപിടുത്തം നടന്നല്ലോ, ആ ഒരു കാര്യം ചെയ്തത് ഇവനല്ല എന്നാണ്. സത്യത്തിൽ ആ ഒരു കാര്യം ചെയ്ത് ഇവളെ കൊല്ലാൻ നോക്കിയത് മറ്റാരുമല്ല, ആ ഒരു യാനാണ്. അവളാണ് ഇവളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിരുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യമായിട്ട് ഇവന്റെ കുട്ടിക്കാലത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അവൻ കുട്ടിക്കാലത്ത് ഫേസ് ചെയ്ത പല പ്രശ്നങ്ങളും അമ്മയോട് പോലും തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവന്റെ അച്ഛൻ തന്നെയാണല്ലോ ഇവനെ മറ്റുള്ളവർക്ക് അബ്യൂസ് ചെയ്യാനായിട്ട് ഇട്ടുകൊടുത്തത്. പക്ഷെ അമ്മയോട് ഇവൻ ഇയാളെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. ആ ഒരു കാര്യം ഇയാൾ അറിഞ്ഞിട്ട് ഇയാളാണ് ഇവന്റെ ഫാദർ. നിന്റെ അമ്മയെ കൊണ്ട് നീ എന്നെ ഡിവോഴ്സ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എന്തായാലും നിന്റെ മുത്തശ്ശി ട്രീറ്റ്മെന്റിന് പോലും പൈസ ഇല്ലാതെ കടന്നു മരിക്കും. അതുകൊണ്ട് നീ ഞാൻ പറയുന്നത് കേട്ട് എന്റെ ഫ്രണ്ട്സിനെയൊക്കെ നീ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ആവശ്യമുള്ള പൈസ അവർ തരും, നിനക്ക് എവിടെ വേണോ ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി പഠിക്കാനും സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ ഇവനെ ദ്രോഹിച്ചിട്ടുള്ളത്. നമ്മൾ കണ്ടതാണല്ലോ ഇവന്റെ അച്ഛൻ മരിച്ചത് വളരെ സന്തോഷത്തിലാണ് ഇവൻ എല്ലാവരോടും ഷെയർ ചെയ്തത് എന്ന കാര്യം. അതൊക്കെ ഇവൻ അത്രത്തോളം അയാളെ വെറുക്കുന്നത് കൊണ്ടാണ്, ഇയാളുടെ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവനെ വിൽക്കാനൊക്കെ ശ്രമിച്ചത്. ഇവൻ ഫസ്റ്റ് ടൈം കടലിൽ വെച്ചിട്ടാണല്ലോ അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവന് പിന്നീട് വെള്ളവും കാര്യങ്ങളൊക്കെ പേടിയാവുന്നത്. പിന്നീട് അത് വലിയൊരു മാനസിക പ്രശ്നങ്ങളിലേക്കൊക്കെ ഇവനെ കൊണ്ടെത്തിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാര്യങ്ങൾ എല്ലാം തന്നെ ഇവളോട് പറയാനായിട്ട് ഏൽപ്പിച്ചതുപോലെ അമ്മ എല്ലാം തന്നെ ഇവളോട് പറയാണ്. എന്നിട്ട് അമ്മ ഇവളോട് 3 മാസമായിട്ട് ഞാൻ അവന്റെ അടുത്തേക്ക് പോയിട്ടില്ല, ഞാൻ തന്നെയാണ് അവന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇപ്പോ അവന്റെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ അച്ഛന്റെ ആളുകള് അവനെ എന്നേക്കായിട്ട് നശിപ്പിക്കാനാണ് നോക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അവന് കാര്യമായിട്ട് മാനസിക പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഇവൾക്ക് അറിയാലോ. അതുകൊണ്ട് തന്നെ മെഡിസിൻ ഒക്കെ കറക്റ്റ് എടുത്താൽ തന്നെ അവന്റെ അസുഖം പൂർണ്ണമായിട്ട് മാറും. മെഡിസിൻ എടുത്തില്ലെങ്കിൽ തന്നെ അവൻ ഓക്കെയാണ് എന്ന് പറയുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് ആ ഒരു യാനാണെങ്കിൽ ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഓർമ്മ വരുന്നു. ഇവൻ അത് കഴിച്ചു എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമാണ് അവൾ അവിടെ നിന്ന് പോകുന്നത്. ആ ഒരു കാര്യങ്ങളൊക്കെ അമ്മ മുന്നേ തന്നെ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇപ്പോ ആ ഒരു യാനാണെങ്കിൽ യുവിന്റെ കൂടെ ചേർന്ന് കളിക്കാണോ എന്ന് അറിയാൻ വയ്യ എന്ന് പറയുമ്പോൾ ഇവള് അങ്ങനെയാണെങ്കിൽ തന്നെ എനിക്കിപ്പോ ഇതിൽ എന്താ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് യോമിങ് പറഞ്ഞ കാര്യം തന്നെയാണ് ഓർമ്മ വരുന്നത്. അവൻ പറഞ്ഞിരുന്നു ഇവള് വരാൻ തയ്യാറായില്ല എങ്കിൽ ഒരിക്കലും ഇവളെ പുഷ് ചെയ്ത് കൊണ്ടുവരരുത് എന്ന്. അതുകൊണ്ട് തന്നെ അമ്മ ഇവളെ നിർബന്ധിക്കാനോ ഒന്നിനും പോകുന്നില്ല, ഇവർക്കും ഒന്നും പറയാൻ സാധിക്കുന്നില്ല. അതിനുശേഷം ഇവൾക്കാണെങ്കിൽ ഇവൾ അങ്ങനെ പറഞ്ഞെങ്കിലും അവനെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് ഫുള്ള്. അതുകൊണ്ട് തന്നെ അടുത്ത് അവനെ കുറിച്ച് വന്നിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ ഇവളെ ചെക്ക് ചെയ്യുന്നു. ഇവളെ അവന്റെ ആ ഒരു പ്രശ്നങ്ങൾ നല്ലോണം തന്നെ ബാധിക്കുന്നുണ്ട്. അവനൊരു വീൽ ചെയറിനെ ആശ്രയിച്ചാണല്ലോ ഇപ്പൊ ജീവിക്കുന്നത്. ആ ഒരു രീതിയിലോട്ട് ഓരോ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. പക്ഷെ ഇവളാണെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നീ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതിനുവേണ്ടി ഇത്രയും നീ സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാണ്. അതിനുശേഷം ഇവനാണെങ്കിൽ ഇപ്പൊ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. ആ ഒരു സമയത്താണെങ്കിൽ ഇവനെ നോക്കുന്ന നേഴ്സ് ഇവനുള്ള ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് പോകുന്നു. പക്ഷേ ഞാനാണെങ്കിൽ ആ ഒരു നേഴ്സ് കൊണ്ടുവക്കുന്ന ടാബ്ലറ്റ് അല്ല ഇവനെ കൊടുക്കുന്നത്, ഇവളുടെ കയ്യിലുള്ള മറ്റൊരു ടാബ്ലറ്റ് ആണ്. അതാണ് ഇവനെ കൊണ്ട് കഴിപ്പിക്കുന്നത്. ഇവനാണെങ്കിൽ ഇപ്പൊ ഒരു ചത്ത ശവം പോലെ ആയിരിക്കാണ്. അപ്പൊ ഞാനാണെങ്കിൽ ആ ഒരു ടാബ്ലറ്റ് ഇവനെ കൊണ്ട് കഴിപ്പിച്ചിട്ട് നമ്മൾ എന്തായാലും ഇനി കുറച്ച് ദിവസം മാത്രം ഇവിടെ ഉണ്ടാവും, നമ്മൾ ഇംഗ്ലണ്ടിലേക്ക് പോവാണ്, നമുക്കിനി അവിടെ ജീവിക്കാം എന്ന് പറയുന്നു. അതായത് ഇവളുടെ ലക്ഷ്യം ഇവനെ സ്വന്തമാക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇവൾ ശ്രമിക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും ഇവൾക്കാണെങ്കിൽ ആ ഒരു യുവിന്റെ കോൾ വരികയാണ്. അതുകൊണ്ട് തന്നെ ഇവൾ സംസാരിക്കാനായിട്ട് പുറത്തേക്ക് പോകുന്നു. അപ്പൊ യു ആണെങ്കിൽ ഇവളോട് ചോദിക്കുന്നത് ആ ഒരു മെഡിസിനൊക്കെ നീ ഇപ്പോഴും കൊടുക്കുന്നുണ്ടോ എന്നാണ്. അപ്പൊ ഇവള് ഞാൻ കൊടുക്കുന്നുണ്ട്, പക്ഷെ അവന്റെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുക, എപ്പോഴാണ് എനിക്ക് നിങ്ങൾ തരാന്ന് പറഞ്ഞ പൈസ തരുന്നത്, അത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പൊ തന്നെ ഇവിടെ നിന്ന് പോകും എന്ന് പറയുമ്പോൾ അയാൾ എനിക്ക് കൂടെ ജീവിക്കാൻ ആ ഒരു ഭ്രാന്തനെ അല്ലാതെ വേറെ ആരും കിട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഇപ്പോ അവന്റെ മുന്നിലുള്ള ഒരേ ഒരു ഓപ്ഷൻ ഞാൻ മാത്രമാണ്, എനിക്ക് ഈ ഒരു ചാൻസ് യൂസ് ചെയ്തേ പറ്റൂ എന്ന് പറയുന്നു. അപ്പൊ ഇയാൾ അത് നീ എന്തെങ്കിലും ചെയ്തോ, അടുത്ത തിങ്കളാഴ്ച 10:30 ഒരു കോൺഫറൻസ് മീറ്റിംഗ് ഉണ്ടാവും, അന്ന് അവന്റെ സ്വത്തുക്കളെ എല്ലാം തന്നെ ഞങ്ങളുടെ പേരിലോട് ട്രാൻസ്ഫർ ചെയ്യും, അത് കഴിഞ്ഞാൽ പറഞ്ഞ പൈസ നിനക്ക് തന്നിരിക്കും, അതുകൊണ്ട് നീ എവിടെ വേണോ പോക്കോ എന്ന് പറയുമ്പോൾ ഇവളും ഡീല് പറയാണ്. പക്ഷെ ഇവളാണെങ്കിൽ ആ ഒരു ഫോൺ വിളിക്കാൻ ഇറങ്ങിപ്പോയ സമയത്ത് കറക്റ്റ് ആ ഒരു നേഴ്സ് ഇവന്റെ അടുത്തേക്ക് വന്നിരുന്നു. ഈ ഒരു നേഴ്സ് മറ്റാരുമല്ല നമ്മുടെ നാൻഷിന്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് ഉണ്ടല്ലോ, അവൾ തന്നെയാണ്. ഇവളാണെങ്കിൽ വന്ന് നോക്കുന്ന സമയത്ത് കറക്റ്റ് ഞാനാണെങ്കിൽ അവിടെ വെച്ചിട്ട് പോയ ആ ഒരു മെഡിസിന്റെ ബോക്സ് കാണാണ്. ഞാൻ യോമിങ്ങിന് ആ ഒരു ടാബ്ലറ്റ് മാറ്റി കൊടുക്കുകയാണ് എന്ന കാര്യം ഇവൾക്ക് മനസ്സിലാവുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പോൾ ഇവനെയും കൂടി യു പറഞ്ഞ ആ ഒരു മീറ്റിംഗിലോട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. ഇവന്റെ കയ്യിലുള്ള എല്ലാ സ്വത്തുക്കളും അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണല്ലോ ഇവർ ഇത്രയും നാളും ശ്രമിച്ചത്. അതിനുള്ള കറക്റ്റ് ദിവസം വന്നെത്തിയിരിക്കുകയാണ്. പക്ഷെ ഇവനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് ഒരു ഇൻസ്പെക്ഷൻ എന്ന രീതിയിൽ മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. ഇവൻ സിഇഒ ആയ സ്ഥിതിക്ക് ആ ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ കുറച്ച് സൈൻ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഡോക്യുമെന്റ്സ് ഇവന്റെ മുന്നിൽ എഴുതി വെച്ച് കൊടുക്കാണ്. അത് സൈൻ ചെയ്യാൻ പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ഇവന്റെ ഷെയർസ് ഒക്കെ അവരുടെ പേരിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു ഡോക്യുമെന്റ്സ് ആണ് അത്. പക്ഷെ ഇവനാണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കാണ്, അതിൽ സൈൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇയാൾ പേന എടുത്തു കൊടുത്ത് ഇവളോട് അവന്റെ കൈ പിടിച്ച് സൈൻ ചെയ്യിപ്പിക്കാനായിട്ട് പറയുന്നു. നീ വൈഫാണല്ലോ, അതുകൊണ്ട് തന്നെ നീ ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഇവളും ഇവനെ കൊണ്ട് അത് സൈൻ ചെയ്യിപ്പിക്കാനായിട്ട് തുടങ്ങുന്നു. പക്ഷെ ഇവനാണെങ്കിൽ അത് തട്ടി മാറ്റാണ്. അതുകൊണ്ട് തന്നെ അത് കൊളാവുന്നു. അപ്പോൾ യു ആണെങ്കിൽ
അത് സാരമില്ല, ഇനി നീ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഡോക്യുമെന്റ് എടുത്ത് ഇവന്റെ കയ്യിൽ കൊടുക്കുന്നു. അപ്പൊ ഇവളെ വീണ്ടും കറക്റ്റ് ആയിട്ട് ഇവന്റെ കൈ പിടിച്ചിട്ട് അത് സൈൻ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴേക്കും കറക്റ്റ് ഇവന്റെ അമ്മ അങ്ങോട്ടേക്ക് എത്തുകയാണ്. എന്നിട്ട് ഇവരോട് ഇവനിപ്പോ മെന്റലി അൺസ്റ്റേബിൾ ആണ്, നിങ്ങളിപ്പോ എന്തായി കാണിക്കുന്നത്, എന്താ എന്റെ മകനെ കൊണ്ട് ഒപ്പിട്ട് വാങ്ങാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് യാനിനോട് നീ ഇതിന് കൂട്ടു നിൽക്കാണോ എന്ന് ചോദിക്കുമ്പോൾ യു ആണെങ്കിൽ ആന്റി ഇവനിപ്പോ ഓക്കെ അല്ലെന്ന് നിങ്ങൾക്കും അറിയാം ഞങ്ങൾക്കും അറിയാം, പിന്നെ എങ്ങനെയാ കമ്പനി കാര്യങ്ങളൊക്കെ നോക്കുന്നത്, ആന്റി അവിടെ ഞാനും പോയിരിക്കുക, ഇത് ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറയുമ്പോൾ യാനും ഇവരെ നമുക്ക് പുറത്തേക്ക് പോകാമേ എന്ന് പറഞ്ഞ് അവരെ വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുന്നു. പക്ഷെ ഇവര് പോകുന്നില്ല. നീ കൂടെ നിന്ന് എന്റെ മകനെ ചതിക്കാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, നീയും ഇവരുടെ ടീം അല്ലേ എന്ന് പറയുമ്പോൾ ഇവള് അമ്മേ ഞാൻ യൂമിങ്ങിന്റെ വൈഫാണ്, ഞാൻ അങ്ങനെ ചെയ്യുന്നു തോന്നുന്നുണ്ടോ എന്ന് പറയുമ്പോൾ ഇവര് നീ ചെയ്യുന്നില്ലെങ്കിൽ ഇവന്റെ ഷെയർ ഒക്കെ എങ്ങനെ ഇവർക്ക് കൊടുക്കാൻ സമ്മതിക്കുന്നത് എന്ന് പറയുമ്പോൾ യുവിന്റെ ഫാദർ ആണെങ്കിൽ ഇവരോട് പുറത്തു പോകാനായിട്ട് പറയുന്നു. അപ്പൊ ഇവര് ഞാൻ ഇവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ അത് എന്റെ മകനെയും കൊണ്ട് മാത്രമേ പോകൂ എന്ന് പറയുമ്പോൾ ഇവൻ സൈൻ ചെയ്തിട്ട് നീ എവിടെ വേണോ ഇവനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് പറയുന്നു. പക്ഷെ അമ്മയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇവന്റെ ഈ ഒരു അവസ്ഥ ഇവരെല്ലാരും കൂടി മുതലെടുക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു രജിസ്ട്രേഷൻ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ് പ്രതികരിക്കുമ്പോൾ ഇവനിപ്പോ സ്വന്തമായിട്ട് അവന്റെ കാര്യങ്ങൾ ചെയ്യാനാവില്ല, പിന്നെ എങ്ങനെയാണ് ഇവൻ കമ്പനി കാര്യങ്ങൾ നോക്കുന്നത് എന്ന് പറഞ്ഞ് ഇവനെ താഴെ ഇട്ടിട്ട് ഇവനിപ്പോ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് എഴുന്നേൽക്കുകയാണെങ്കിൽ ഞങ്ങളെ സമ്മതിക്കാം ഇവൻ അതിനുള്ള കഴിവുണ്ടെന്ന് എന്ന് പറയാണ്. പക്ഷെ യോമിങ്ങിന് അവിടെ നിന്ന് എഴുന്നേൽക്കാനാവുന്നില്ല. എന്നാൽ അപ്പോഴേക്കും കറക്റ്റ് പോലീസ് അങ്ങോട്ടേക്ക് എത്തുകയാണ്. ഇവിടെ ഫോഴ്സ് ചെയ്ത് എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്യുന്ന കാര്യം അറിഞ്ഞിട്ടാണ് അവരെ എത്തിയിരിക്കുന്നത്. അപ്പോ ഇയാളാണെങ്കിൽ ഇല്ല സർ, ഇവിടെ അങ്ങനെ ഒരു കാര്യമേ നടക്കുന്നില്ല, നിങ്ങൾ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്, ഞങ്ങളൊക്കെ ഫാമിലിയാണ് എന്ന് പറഞ്ഞിട്ട് ഇവനെ പെട്ടെന്ന് പോയി പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല, ആരാ ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ കറക്റ്റ് നാൻഷി ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്ന് ഞാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു വരികയാണ്. അമ്മയും യാനും ഒക്കെ തന്നെ നാൻഷിയെ കണ്ട് ഷോക്കാവുന്നു. അതുപോലെ തന്നെ യൂമിങ്ങും അവിടെ ഇവളെ കാണുന്നുണ്ട്. ഇയാളാണെങ്കിൽ പെട്ടെന്ന് നീ എന്തിനാ വീണ്ടും വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഒന്നും മിണ്ടാതെ നേരെ ഇവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ അമ്മയും പോലീസിനോട് ആ ഒരു പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിച്ചിട്ട് ഇവരെല്ലാരും കൂടി എന്റെ മകനെ അവന്റെ അവസ്ഥ മുതലെടുക്കാൻ നോക്കുന്നതാണ്, ഇവന്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ്, ഇവന്റെ വൈഫ് ഉൾപ്പെടെ എല്ലാവരും ഇതിന് ഉത്തരവാദികളാണ് എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ പെട്ടെന്ന് ഞാൻ ഒരിക്കലും ഇതിന് കൂടി നിന്നിട്ടില്ല, ഞാൻ ഇവന്റെ ലീഗലായിട്ടുള്ള വൈഫാണ് എന്ന് പറയുമ്പോൾ അമ്മയാണെങ്കിൽ ഇവൾ പറയുന്നത് പച്ചക്കള്ളമാണ്, എന്റെ മകനെ ഈ അവസ്ഥയിലാക്കിയത് ഇവളാണ്, എന്റെ മകന് മരുന്ന് മാറ്റി കൊടുത്തത് ഇവളാണ് എന്ന് പറയുമ്പോൾ യു ആണെങ്കിൽ ആന്റി നിങ്ങൾ അമ്മയമ്മയും മരുമകളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്തിനാ പോലീസിനെ വിളിച്ചു വരുത്തിയത്, ഇവിടെ ഇപ്പോ ഒരു കുഴപ്പമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാൻഷിയാണെങ്കിൽ ആര് പറഞ്ഞു കുഴപ്പമില്ലെന്ന്, ഞാൻ ഇവന്റെ സൈക്കാട്രിസ്റ്റ് ആണ്, ഇവനിപ്പോ അബ്നോർമൽ കണ്ടീഷനിലാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ ഞാനാണെങ്കിൽ സമ്മതിക്കുന്നില്ല, നീ പണ്ടേ തന്നെ യൂമിങ്ങിനെ ഉപേക്ഷിച്ച് പോയതാണ്, അതുകൊണ്ട് തന്നെ ഇവന്റെ കണ്ടീഷനെ പറ്റി നിനക്ക് ഒരു അറിവില്ല എന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. പക്ഷെ അമ്മയാണെങ്കിൽ സമ്മതിച്ചു കൊടുക്കുന്നില്ല യാനിനോട്. ഞാൻഷിങ്ങിനെ ഞാനാണ് ഇവന്റെ സൈക്കാട്രിസ്റ്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തത് എന്ന് പറയുന്നു. അപ്പൊ ഞാൻഷിങ്ങും സർ ഇവരെല്ലാരും ഇവനെ ചതിക്കാണ് എന്ന് പറഞ്ഞിട്ട് അതിനാവശ്യമായിട്ടുള്ള തെളിവുകൾ എടുത്തു കൊടുക്കുകയാണ്. അതായത് യൂമിങ്ങിന് ആ ഒരു മരുന്ന് മാറ്റി കൊടുക്കുന്ന കാര്യം ഇവളെ മുന്നേ തന്നെ അറിഞ്ഞു, അതായത് ഇവളുടെ ഫ്രണ്ട് തന്നെ ആണല്ലോ ആ ഒരു കാര്യങ്ങൾ കണ്ടുപിടിച്ചത്, ആ ഒരു ഫ്രണ്ട് ഇവളെ അതെല്ലാം തന്നെ വിളിച്ച് അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇവനെ സഹായിക്കാനായിട്ട് ഇങ്ങോട്ട് കറക്റ്റ് സമയത്ത് എത്തിയതും. ഈ ഒരു ടാബ്ലറ്റ് വലിയൊരു തെളിവ് തന്നെയാണല്ലോ. ആ ഒരു ടാബ്ലറ്റ് ഇവന്റെ ഓർമ്മ നഷ്ടപ്പെടുത്താനും ഇവനെ ഫുൾ ആയിട്ട് ഒന്നിനും കൊള്ളാത്തവനാക്കി മാറ്റാനും ശ്രമിക്കുന്ന ആ ഒരു ടാബ്ലറ്റ് ആണ്. ഇത് ഇവരെല്ലാം കൂടെ ചേർന്നാണ് ഇവന് നൽകിയത് എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ ഞാനാണെങ്കിൽ സമ്മതിക്കുന്നില്ല, ഇല്ല ഇത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ആ ഒരു ഹോസ്പിറ്റലിലാണെങ്കിൽ ഇവളുടെ ഫ്രണ്ട് ഒരു CCTV വെച്ചിട്ടുണ്ടായിരുന്നു ഇവരുടെ ആ ഒരു റൂമിൽ, ഇവളുടെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാനായിട്ട്. അതിലാണെങ്കിൽ കറക്റ്റ് ഇവള് ആ ഒരു ടാബ്ലറ്റ് മാറ്റി കൊടുക്കുന്നത് എല്ലാം തന്നെ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു തെളിവും ഇപ്പൊ ഇവരുടെ കയ്യിൽ കിട്ടുന്നു. അപ്പൊ ഇവരെല്ലാരും കൂടി ഇവന്റെ അമ്മയെ പഴിക്കാനായിട്ട് തുടങ്ങാണ്. പണ്ടേ തന്നെ ഇവന്റെ അച്ഛനെ ഇവർ ഡിവോഴ്സ് ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതിൽ സംസാരിക്കാനുള്ള ഒരു അധികാരവും ഇല്ല, ഇവർ ഡിവോഴ്സ് ചെയ്ത ഭർത്താവിന്റെ സ്വത്തുക്കളെ കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നാടകം കളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരോട് ദേഷ്യപ്പെട്ട് ഇയാളാണെങ്കിൽ നൈസിന് അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് തുടങ്ങുമ്പോൾ യൂമി ആണെങ്കിൽ യുവിന്റെ ഫാദറിനോട് അങ്കിൾ പോവാൻ അത്രയ്ക്ക് ധൃതിയാണോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും അത് കേട്ട് ഷോക്കാവാണ്. ഇത്രയും നാളായിട്ടും ഒരു അക്ഷരം പോലും മിണ്ടാതിരുന്ന ഇവൻ മൊത്തത്തിൽ അൺസ്റ്റേബിൾ ആണ് എന്നാണല്ലോ എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷെ അതെല്ലാം വെറുതെ ആയിരുന്നു, ഇവന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ആ ഒരു കാര്യം മുന്നേ തന്നെ നാൻഷിങ്ങിന് മനസ്സിലായതാണല്ലോ. ഞാൻ കൊടുത്ത ഒരൊറ്റ ടാബ്ലറ്റ് പോലും ഇവന്റെ ഉള്ളിലേക്ക് പോയിട്ടില്ല, ഇവനെ ചതിക്കാണ് എന്ന കാര്യം ഇവന് മുന്നേ തന്നെ മനസ്സിലായതാണ്. സോ ഇവൻ എഴുന്നേൽക്കുമ്പോൾ അത് ആർക്കും ഒട്ടും വിശ്വസിക്കാനാവുന്നില്ല. ഇവന് മെന്റലി ഒരു പ്രോബ്ലം ഇല്ലാത്ത സ്ഥിതിക്ക് ഇവനെ ഇങ്ങനെ ആക്കാൻ നോക്കിയത് ഇവരാണല്ലോ. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള തെളിവുകൾ കിട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും നല്ലതുപോലെ കുടുങ്ങുകയാണ്, ഇവനായിട്ട് അത് മൊഴി കൊടുക്കുന്നത് കൊണ്ടും. അപ്പൊ ഞാനാണെങ്കിൽ യൂമിങ്ങിനോട് ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത്, നീ എന്നെ വിശ്വസിക്ക്, ഞാൻ നിന്നെ വേദനിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവള് കൊടുത്ത ആ ഒരു ടാബ്ലറ്റുകളാണെങ്കിൽ ഇവന്റെ ബോഡിയെ ഫുള്ളായിട്ട് നശിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. സോ ഇവളോട് നീ ചിന്തിച്ചിട്ടുണ്ടോ ആ ഒരു ടാബ്ലറ്റ് കഴിക്കുമ്പോൾ ഞാൻ എന്തുമാത്രം വേദന അനുഭവിക്കുന്നു, നീ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഒരിക്കലും നിനക്ക് എന്നെ വേദനിപ്പിക്കാനാവില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഇവള് നിനക്ക് ഈ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ അറിയായിരുന്നെങ്കിൽ നീ ഇവൻ എന്തിനാ ഇത്രയും നാൾ അഭിനയിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ശരിക്കും ഇവൻ ഇങ്ങനെ അഭിനയിച്ചതിന്റെ കാരണം ഞാൻഷിങ്ങിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ്. സോ ഇവന്റെ ലക്ഷ്യം സാക്ഷാത്കരിച്ചല്ലോ, ഞാൻഷിങ് ആയിട്ട് തന്നെയാണ് ഇപ്പൊ ഇവന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് യൂമിങ് ആണെങ്കിൽ ഇവളെ കൂട്ടി അവിടെ നിന്ന് പോകുന്നു. പോലീസ് അവരെല്ലാം അറസ്റ്റും ചെയ്യുന്നു. അതിനുശേഷം ഇവനോട് എല്ലാവരും നിന്നെ ഒരു മണ്ടബുദ്ധിയാക്കാൻ ശ്രമിക്കായിരുന്നു, നിനക്കത് മുന്നേ തന്നെ മനസ്സിലായതല്ലേ, പിന്നെ അവർക്ക് മുന്നിൽ നീ അതിന് നിന്ന് കൊടുത്ത് എന്തിനാ, ഞാനായിട്ട് വന്ന് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയായിരുന്നു നീ വരുമെന്നും നീ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും എനിക്കറിയാം എന്ന് പറയുമ്പോൾ നിന്റെ അമ്മ വന്ന കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞപ്പോ നീ സ്വയം നിന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണ് എന്നാണ് ഞാൻ ആദ്യം ആലോചിച്ചത് എന്ന് പറയുമ്പോൾ യൂമിങ് എന്നെ രക്ഷപ്പെടുത്താൻ നീ വരോ ഇല്ലയോ എന്ന് എനിക്ക് അറിയണമായിരുന്നു,
എന്ന് പറയുമ്പോൾ ഇവള് നീ തന്നെ വിജയിച്ചില്ലേ, ഞാൻ വന്നില്ലേ, ഇനി എന്റെ അസുഖം കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ ആക്കാൻ നോക്കണ്ട, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ട് ഇവളുടെ കൈ കാണിച്ചു കൊടുക്കുന്നു. ഇവള് പണ്ട് ഇവൾക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് റബ്ബറും കാര്യങ്ങളൊക്കെ ഇട്ട് വലിക്കായിരുന്നല്ലോ. റബ്ബറും കാര്യങ്ങളൊക്കെ ഇട്ട് വലിച്ച് കൈ സ്വന്തമായിട്ട് വേദനിപ്പിച്ച് മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊന്നും തന്നെ ഇവളെ യൂസ് ചെയ്യുന്നില്ല. ഇവളുടെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഫുൾ ആയിട്ട് ഓക്കെ ആയിരിക്കാണ്. അതുകൊണ്ട് ഇവനും ഇവളെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് എനിക്കറിയാം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന്, ചിലപ്പോ അതൊന്നും ഒരിക്കലും നേരെ ആവാനും പോകുന്നില്ല. പക്ഷെ ഞാൻ കാരണം നീ വേദനിക്കുന്നതിനോട് എനിക്കിപ്പോ താല്പര്യമില്ല. എനിക്കുള്ളത് എന്തും കൊണ്ട് നിന്നെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് മാത്രം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതൊന്നും നടന്നില്ല എന്ന് പറയുമ്പോൾ ഇവള് നീ എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കൊണ്ട് പലപ്പോഴും എനിക്ക് എന്റെ അമ്മയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അമ്മയുടെ കത്തിയുടെ ഇടയിൽ ഞാൻ എന്നേ മരിക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് നീ കംപ്ലീറ്റ് ആയിട്ട് എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടെന്ന് പറയണ്ട എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ ഭയങ്കര സങ്കടമായിട്ട് ഇവളെ പെട്ടെന്ന് ഹഗ് ചെയ്തു. എന്നിട്ട് ഇവളോട് ആത്മാർത്ഥമായിട്ട് ഇവൻ ചെയ്തു പോയതിനൊക്കെ ക്ഷമ ചോദിക്കുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ്. ഇപ്പൊ ഇവളാണെങ്കിൽ തിരിച്ചു പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ഇവൻ തന്നെയാണ് ഇവളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പോ ഇവള് ഇപ്പോ നിനക്ക് എന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് എന്റെ പുറകെ വരാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ നീ ഇപ്പോ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആണ്, ഞാൻ നിന്റെ പിറകെ ഇനി ഒരിക്കലും ശല്യം ചെയ്യാനായിട്ട് വരില്ല എന്ന് പറഞ്ഞ് ഇവൾക്ക് എവിടെ വേണോ പോവാം എന്ന രീതിയിൽ അവളെ പറഞ്ഞയക്കാണ്. ഇവൾക്ക് തന്നെ അത് വിശ്വസിക്കാനേ ആവുന്നില്ല, കാരണം അവൻ അങ്ങനത്തെ ഒരു വ്യക്തിയെ ആയിരുന്നില്ലല്ലോ. എന്നാൽ ഇവൻ അവളെ ഒരു മനസ്സില്ലാതെയാണ് പറഞ്ഞയക്കുന്നത്. അതിനുശേഷം നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. ഇപ്പോ ഇവര് രണ്ടുപേരും ഒരുമിച്ചാണ് ഉള്ളത്. ഇവന്റെ ആ ഒരു അസുഖങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇവളുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഇവളെ കൺട്രോൾ ചെയ്യുന്ന ഇവന്റെ ആ ഒരു സൈക്കോ സ്വഭാവം ആയിരുന്നല്ലോ ഇവരുടെ ഇടയിലെ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ ഇവനിപ്പോ ഇവളോടുള്ള പെരുമാറ്റ രീതിയൊക്കെ ഫുൾ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇവൻ തന്നെ ഫുൾ ആയിട്ട് ചേഞ്ച് ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവര് വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ്. ഇവൾക്കും ഇവനോട് ഒരു ആത്മാർത്ഥ പ്രണയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇവര് വീണ്ടും ഇപ്പോ ഒന്നിച്ചിരിക്കുകയാണ്. സോ അവർ അവരുടെ ലോകത്ത് വളരെ ഹാപ്പി ആയിട്ട് തുടരുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു ഡ്രാമ ഹാപ്പി എൻഡിങ്ങിൽ അവസാനിക്കുന്നു. ഒരു ഡിഫറന്റ് ആയിട്ടുള്ള ഡ്രാമ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ കാണാം.